90s kids versus Gen Z. So you represent 90s kids and we represent Gen Z, right? Let's try. Oh. 90s kids എന്നും millennials എന്നല്ല പറയുന്നത് അല്ലേ? ആണോ? Gen X. അല്ലേ? 90s kids. 90s kids. 90s kids Yeah, അല്ലേ? we are Gen Zs. Yeah. You both seem very scared. Really? No, we are very sleepy, you know. നമ്മൾ ഈ കൊച്ചു പിള്ളേരോട് സംസാരിക്കുമ്പോൾ പ്രായമുള്ള ആൾക്കാരോട് സംസാരിക്കുമ്പോൾ കുറച്ച് ബഹുമാനം, കുറച്ച് ഭവ്യത, അങ്ങനത്തെ അതൊക്കെ വേണമല്ലോ. Respectfully. നൈസ്. നമ്മളെന്താ വാർ സീരിയസ്ലി ഒരു സാധനം വരുന്നുണ്ട്. നമ്മൾ ഈ ക്യാമറ ഓൺ ചെയ്യുന്നതിന് മുമ്പ് ഞങ്ങൾ കുറച്ച് മൂവി ഡയലോഗ്സ് ഒക്കെ പുറത്ത് ഒരു ഐഡിയയും കിട്ടില്ലല്ലോ. ശരിയാക്കി തരാം കേട്ടാ, ശരിയാക്കി തരാം. ഓക്കെ, സ്റ്റാർട്ട്. ഓക്കെ, എന്താണ് ആർക്കാണ് എന്താണ് ചോദിക്കാനുള്ളത് ആദ്യം? അതിനോട് തന്നെ പറയാം. ലൈക്ക് ജസ്റ്റ് What should I say? What do you want? First thing I want to tell the audience is that ഞാൻ കേരളത്തില് ജനിച്ചു വളർന്ന shutting them down. ഞാൻ കേരളത്തില് ജനിച്ചു വളർന്ന ആളല്ല. മലയാളം സിനിമ, മലയാളം പാട്ട് കേട്ട് വളർന്ന ആളല്ല. അതിന്റെ ചില ബുദ്ധിമുട്ടുകൾ കാണും. പക്ഷേ ഇഫ് യു ബ്രിങ് ഇൻ പക്ഷേ നിങ്ങള് ഹിന്ദി സിനിമ, ഹിന്ദി പാട്ട് കൊണ്ടുവന്ന ഞാൻ നിങ്ങളെ അത് ഞാൻ ഇപ്പൊ പഠിച്ചു വരുന്നേ ഉള്ളൂ. സിനിമക്കാര് ടേക്ക് നോട്ട്സ്. ചെറുതായിട്ട് എനിക്കൊരു ബാഡ് ഇമേജ് ഉണ്ട്, മലയാളം പറയാൻ അറിയില്ല എന്നുള്ള ഒരു ഇമേജ് ഉണ്ട്. അത് ഞാൻ ഈ പോഡ്കാസ്റ്റോടെ ക്രാഷ് ചെയ്യുന്നതായിരിക്കും. മലയാളം അതന്നെ, ദാറ്റ് ഓൺലി. അത് തന്നെ ടച്ച് ഉടക്കുന്നതായിരിക്കും. ടച്ച് ഉടക്കുന്നതായിരിക്കും. നെട്ടൂരാനോടാണോടാ നിന്റെ കളി? നെട്ടൂരാനോടാണോടാ നിന്റെ കളി? ശരിയോ ആക്കണം. ഒന്നുകൂടെ പറഞ്ഞാൽ ക്ലിയർ ആയില്ലത്. ഒന്നും കൂടി പറഞ്ഞേ. ഒന്നും കൂടി ഞാനും കേൾക്കട്ടെ. നെട്ടൂർ എന്ന സ്ഥലം എന്താ? നെട്ടൂർ എന്ന സ്ഥലം നെട്ടൂരാനോടാണോടാ? എന്തെങ്കിലും ഭാഷ കേട്ടിട്ട് അവസാനം ഹിന്ദിയുടെ കാര്യം ഞാൻ പെടും. ഞാനും പെടും. എനിക്ക് നിന്നെ പറ്റിക്കളെ അറിയുള്ളൂ. Okay, anyway, Noila Francie. What is the secret behind this name? എന്താണ് നോയില, എന്താണ് ഫ്രാൻസി? ഫ്രാൻസി എന്റെ അപ്പന്റെ പേര്. നോയില എന്റെ അമ്മ ഇട്ട പേരാണ്. ഇതൊരു ലാറ്റിൻ വേർഡ് ആണെന്നാണ് എന്നോട് പറഞ്ഞു തന്നേക്കണത്. എനിക്കറിയില്ല എത്ര സത്യമാണെന്ന്. ഇറ്റ് മീൻസ് ബേബി ജീസസ്. I don't know how true it is, so വെരിഫൈ ചെയ്യേണ്ടതുണ്ട്. ഞാൻ അമ്മയല്ല പറഞ്ഞത്. Sorry, we are far better than you. കണ്ടാ തോന്നുന്നുണ്ട്. എന്ത് പ്രായമുണ്ടെന്നോ? അല്ല, അമ്മ പറയുന്നതെല്ലാം കേൾക്കാറുണ്ടെന്ന്. അമ്മ കേൾക്കുന്നുണ്ടാവും. അമ്മയോട് തന്നെ ചോദിക്കണം. അതെ, ചോദിച്ചു നോക്കാം. Your name's Noila Francie and your Instagram says you are MC and actor. Yes. So ഞങ്ങൾക്കറിയാം. ഒന്ന് സ്വയം പറഞ്ഞാല് ഒരു നമുക്കൊന്ന് അറിയാലോ. മലയാളത്തിൽ പറ. ജാടയായിക്കോട്ടെ, സാറില്ല. ജാടയൊക്കെ നമുക്ക് ഇച്ചിരിയൊക്കെ ആവാം. ഞാനൊരു ആക്ട്രസ് ആണ്. ഇച്ചിരി മീറ്റർ കുറയ്ക്കാം. ഞാനൊരു ആക്ട്രസ് ആണ്. ഞാനൊരു ആക്ട്രസ് ആണ്. ഞാനൊരു MC ആണ്. ഞാൻ ലൈവ് ഇവന്റ്സ് ഹോസ്റ്റ് ചെയ്യും. ഹിന്ദി സിനിമയിലാണ് അഭിനയിച്ചത്? അല്ല, ഇതുവരെ ചാൻസ് കിട്ടിയിട്ടില്ല. ഉടനെ പിന്നെ അല്ലാണ്ട് മലയാള സിനിമയാണോ ഹിന്ദി സിനിമ ഇഷ്ടം? അല്ല, മലയാളം ഐ വിൽ ഡു, ഞാൻ ചെയ്യും. ഹിന്ദി ഓൾസോ ഐ വിൽ ഡു, ചെയ്യണമെന്നുണ്ട് ഉടനെ തന്നെ. മലയാള സിനിമ നമുക്ക് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ കുറെ നല്ല പഴയ കൾട്ട് മലയാളം മൂവീസ് ഒക്കെ കാണുക എന്നുള്ളതാണ്. നമുക്ക് ഈ പോഡ്കാസ്റ്റ് ഇവിടെ തന്നെ നിർത്തിയാലോ? മലയാളം മൂവി. അതെ, ഞാനിപ്പോ ഞാൻ പഴയ കൾട്ട് മൂവീസ് ഒന്നും കാണുന്നില്ല. പക്ഷെ ഞാൻ ഒട്ടും മലയാളം കാണാത്ത ആളാണ്. പക്ഷെ ഇപ്പോ ഐ എം വാച്ചിങ് എവറി മൂവി ആൻഡ് ദാറ്റ് ടു ഇൻ തിയേറ്റേഴ്സ് ബിക്കോസ് വൈ നോട്ട്. ഗുഡ്. അപ്പൊ പറഞ്ഞുകൊണ്ടിരുന്നത് ഞാനൊരു ആക്ട്രസ് ആണ്. ലൈവ് ഇവന്റ്സ് ഹോസ്റ്റ് ചെയ്യണ ആളാണ്. കുറെ സംസാരിക്കണ ആളാണ്. അത് കാരണമാണ് ഇവരെന്നെ ഇവിടെ വിളിച്ചേക്കണത്. ഇവരെക്കാളും കൂടുതൽ ഞാൻ ചിലപ്പോൾ സംസാരിച്ചു എന്ന് വരും. അപ്പൊ അതൊക്കെയാണ് ഞാൻ ചെയ്യണത്.
അത്രേ ഉള്ളൂ, വേറെ പ്രത്യേകിച്ച്. മലയാളത്തിൽ ട്യൂഷൻ പോകുന്നുണ്ടോ? ഇല്ല. സത്യം? ഇല്ല. എഴുതാനും വായിക്കാനൊക്കെ പഠിക്കുന്നുണ്ട്. അത് എന്റെ അമ്മ ആണ് എന്നെ പഠിപ്പിക്കുന്നത്. അത് ട്യൂഷനല്ലേ? അങ്ങനെയാണെങ്കിൽ എന്റെ ഫ്രണ്ടും പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ മൾട്ടിപ്പിൾ ട്യൂഷൻസിന് പോകുന്നുണ്ട്. എവിടെയാണ് സ്ഥലം? നാട്ടില് നേറ്റീവ് തൃശ്ശൂരാണ്. നേറ്റീവിന്റെ മലയാളം എന്താ? നാട്. നാടാണോ? എന്താണ്? അറിയില്ല. ചോദിക്കുന്ന ആൾക്കാർക്ക് ഉത്തരം അറിയില്ല. നേറ്റീവ് സ്വദേശം. 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 യെസ്, സ്വദേശം ഇസ് ഹിന്ദിയിലെ തന്നെയല്ലേ? സ്വദേശ്. ഗാവ്. ഗാവ്. हमारा गाँव या फिर हाँ. हिंदी हमको भी थोड़ा थोड़ा आती है. अല്ല आता है. आती വരുമ്പം സ്ത്രീലിംഗം ആണല്ലോ. आता है. नहीं, हिंदी आती है. हिंदी इज नॉट आता है. വെറുതെ തെറ്റിച്ച്. അപ്പൊ ഹിന്ദി അറിയില്ല? ഹിന്ദി അറിയാം. ഹിന്ദി നല്ലപോലെ അറിയാം. നിങ്ങളായിട്ട് ഞാൻ എന്നെ കൺഫ്യൂസ് ചെയ്യാണ്. ഹിന്ദി ആത്തി ഹൈ. ഇത് ശരിക്കും നമ്മൾ എന്താ പറയാ, നമുക്കാണോ അറിയാവുന്നത്? 90s വേഴ്സസ് ജെൻസി കാട്ടി നമ്മൾ നോർത്ത് ഇന്ത്യൻ വേഴ്സസ് സൗത്ത് ഇന്ത്യൻ ആയിപ്പോയി. അത് നമുക്ക് മലയാളം ഹിന്ദി ഒക്കെ കയറി നമ്മള് പറഞ്ഞാൽ നമുക്ക് എല്ലാ ഭാഷയുടെയും പൊടിപ്പും തൊഴിലൊക്കെ അറിയാം. ഇതെല്ലാം ന്യൂ ജനറേഷൻ വാക്കുകൾ വെച്ചിട്ട് അല്ലേ? അതെ അതെ. ഞാൻ ഫറൈസിന് തന്നെ 7 ഭാഷ അറിയാം അല്ലേ? നമ്മളൊരു ടീമാണ്. അവസരം തരാം. ഓക്കെ, അപ്പൊ പറഞ്ഞോണ്ടിരുന്നത് ഇതാണ്. ഇത്രയൊക്കെ ഞാൻ ചെയ്യുള്ളൂ. വേറെ ശ്രമിക്കണം. അത് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതല്ലേ ഇവിടെ വന്നേക്കണേ. എന്റെ ആദ്യത്തെ പോഡ്കാസ്റ്റ് ആണ് ഗൈസ്. 2 വർഷം പറഞ്ഞു. തോന്നുന്നു അത് ക്യാമറ റോൾ ചെയ്യുന്നതിന് മുമ്പ്. ക്യാമറ റോൾ ചെയ്ത് ഓർമ്മയില്ല. ഞങ്ങൾ ഭയങ്കര സിൻസിയർ ആയിട്ടുള്ള ആൾക്കാരായതുകൊണ്ട് മുമ്പ് ഏതാ പിമ്പ് ഏതാന്നുള്ള ഒരു ഐഡിയ കിട്ടുന്നില്ല. ഓക്കെ, മൂവിങ് ഓൺ. എനിക്ക് പോണോ? ഈ മൂവിയുടെ കാര്യം പറഞ്ഞില്ലേ? മൂവിയുടെ കാര്യം പറഞ്ഞപ്പം മലയാളം മൂവീസിന്റെ കാര്യം ഇപ്പൊ ഞാനത് ഒരു സീരിയസ് ആയിട്ട് പറയുകയാണെങ്കിൽ തന്നെ മലയാളം മൂവീസ് ലൈക്ക് എല്ലാവരും റെസ്പെക്ട് ചെയ്യുന്ന കോണ്ടന്റ് വൈസ് ഭയങ്കര അടിപൊളിയായിട്ട് നടക്കുന്ന ഒരു സംഭവമാണ്. സോ ഇയാള് കണ്ടിട്ടുള്ള നോയിലെ കണ്ടിട്ടുള്ള കുറച്ച് പഴയ, അതായത് പുതിയതല്ലാത്ത മൂവീസ് ഏതൊക്കെയാണ് മലയാളം മൂവീസ്? അബൌട്ട് ദാറ്റ് ഞാൻ കുറച്ച് ന്യൂ ജനിൽ തന്നെയാണ്. കൺഫേം ചെയ്യാൻ വേണ്ടിയാണ്. അത് ജനറലൈസ് ചെയ്യായിരിക്കും. ഇറ്റ് ഈസ് വെരി പേഴ്സണൽ. എന്ന് വെച്ചാൽ എൻ്റെ ഏജിലുള്ള മലയാളി കുട്ടികൾ മസ്റ്റ് ഹാവ് സീൻ പഴയ സിനിമ. ബട്ട് ഐ ഹാവ് സീൻ, ഐ തിങ്ക് ഐ സ്റ്റാർട്ടഡ് വാച്ചിങ് മൈ മലയാളം മൂവീസ് വിത്ത് പ്രേമം, ബാംഗ്ലൂർ ഡേയ്സ്. ആ ഒരു അവിടെ നിന്നാണ് എനിക്ക്. അപ്പൊ മലയാള സിനിമയുടെ മാറ്റം ശരിക്കും ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ നമുക്ക് ഈ ശരിക്കും സിനിമ പണ്ട് കുറച്ചും കൂടി ഡ്രാമ ആയിരുന്നു സിനിമയിൽ. അതൊന്നും ഞാൻ കൂടുതൽ കണ്ടിട്ടില്ല. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ അടുത്ത ടോപ്പിക്ക് ചാടാം. ഇതാണ് എന്റെ വീക്ക് പോയിന്റ്. ഈവൻ ദോ ഐ വർക്ക് ഇൻ സിനിമ. എന്തായാലും അത് വിട്ടുപിടിക്കാൻ പറഞ്ഞുകൊണ്ട് വിട്ട് തൽക്കാലം പിടിക്കുന്നു. നെക്സ്റ്റ് അടുത്ത ചോദ്യം. ചോദ്യമല്ലല്ലോ ഇത്, ഇന്റർവ്യൂ. നിങ്ങൾ പറ. നോയൽ എന്താ ഞങ്ങളുടെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് പറഞ്ഞത്? ഞാൻ ഒത്തിരി സംസാരിക്കാം. ഞാൻ ചോദിക്കാം. വെയിറ്റ്. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പൊ ഉണ്ടാക്കുന്ന സിനിമകൾ ഇഷ്ടമാണോ? ഒബ്വിയസ്ലി നമ്മള് ആ ഒരു ഈ ഇപ്പത്തെ ഉണ്ടാക്കുന്ന സിനിമകൾ ഇഷ്ടമാണെന്ന് ചോദിക്കാൻ ഞങ്ങൾക്ക് 10-60 വയസ്സൊന്നും ഇല്ല. ഇവരൊക്കെ എന്നേലും പ്രായം കുറഞ്ഞ ആൾക്കാരാണ്. മനസ്സുകൊണ്ട്. അതായത് ഞങ്ങള് ജനിക്കുന്നതിനെക്കാട്ടി മുന്നുള്ള സിനിമകളും കണ്ടിട്ടുണ്ട്. സോ ഡു യു ലൈക്ക് ദോസ് ബെറ്റർ ഓർ ഡു യു ലൈക്ക് ദിസ് ബെറ്റർ? ഓഫ് കോഴ്സ് ദിസ് ബെറ്റർ. ഐ മീൻ ദോസ് ആസ് ഞങ്ങൾ ജനിക്കുന്നതിന് മുമ്പുള്ള മൂവീസ്. അത് നിങ്ങൾ കൾട്ട് നോക്കി പറയുന്നില്ലേ? പറഞ്ഞാല് ഓരോ ഇതുണ്ടല്ലോ അന്നത്തെ കുറച്ചുകൂടി ഡ്രാമയുടെ ഇൻഫ്ലുവൻസ് ഉണ്ട്. കാരണം സിനിമ ഉണ്ടാകുന്ന തന്നെ നാടകത്തിൽ നിന്ന് ആണല്ലോ ശരിക്കും. അപ്പൊ ആ നാടകത്തിൻ്റെതായിട്ടുള്ള ഇൻഫ്ലുവൻസ് പലപ്പോഴും പണ്ട് ജയറാം ഒക്കെ പറയാറുണ്ട്, മറ്റേ കുറച്ചും കൂടി ആക്ഷൻ കൂടുതൽ കാണിക്കണം പഴയ സിനിമകൾ. ഇന്നത്തെ സിനിമകൾ വരുമ്പോൾ കുറച്ചും കൂടി റിയലിസ്റ്റിക് ആയി. അപ്പൊ അതുകൊണ്ട് നമുക്ക് പഴയ സിനിമ മോശമാണെന്ന് പറയാൻ പറ്റില്ല. പറ്റുമോ? ഞാൻ അതിലൊന്നും പറയില്ല. പക്ഷേ ഞാൻ പറയട്ടെ, അല്ല ഞാൻ പറയാം. ഐ ലൈക്ക് ഹിന്ദിയിൽ നോക്കുവാണെങ്കിൽ ഐ ലൈക്ക് ദ ഓൾഡ് മൂവീസ് ബെറ്റർ than what is being made today, for sure. Old movies as in old movies ആണെങ്കിൽ ഒരു 90s ലത്തെ മൂവീസ് തന്നെ I like. കുछ होता है, കബി ഖുഷി കബി. That is 2000s. കബി ഖുഷി നമ്മൾ ജനിച്ച വർഷം. വേണ്ട. Okay, sorry. So I like those better. Oh, ഉണ്ടാക്കുന്ന movies also, some movies are really nice. Like, have you watched 12th Fail? 12th Fail കണ്ടിട്ടുണ്ടോ? 12th Pass. 12th Fail है. Sorry, yeah. Sorry. ഒരു ഗ്യാപ്പ് കിട്ടുമ്പോൾ പോരട്ടെ, നോക്കട്ടെ, അരജി വരട്ടെ. 12th Fail അത് കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഇഷ്ടപ്പെട്ടോ? Yeah. അപ്പോൾ അങ്ങനത്തെ മൂവീസ് ഒക്കെ
I think as audience also we are evolving and we want to see realistic cinema, and so people are making realistic cinema. ഇപ്പോഴും റിയലിസ്റ്റിക് സിനിമ എന്ന് പറയുമ്പോഴും ഡ്രാമ എന്ന് പറയുന്ന ഒരു ജോണർ തന്നെയാണ് സിനിമയിൽ. അപ്പൊ ആ ഒരു ജോണർ സിനിമ ഇപ്പോഴും വരുന്നുണ്ട്. അത് ആ ഒരു എല്ലാ സിനിമയ്ക്കും ഓരോ മൂഡാണല്ലോ, ആ മൂഡിനനുസരിച്ച് ആ സിനിമ കാണണം. സോ ഞാൻ നേരത്തെ പറയാൻ വയ്ക്കുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ, ബിഫോർ വി റോൾ ദ ക്യാമറ യു സെഡ് 90s കിഡ് ആവാനായിരുന്നു ആഗ്രഹമെന്ന്. വൈ? Because I think these guys are very cool. Really? Yeah. ഞങ്ങൾ ഇരുത്തിക്കൊണ്ട് പോക്കുന്നതാണോ അതോ? അല്ലല്ല, എനിക്ക് നിങ്ങളുടെ എന്ത് കിട്ടാനാ? അത് ശരിയാണ്. എന്നാലും But yeah, I really think that you guys are cool. നമ്മൾ സംസാരിച്ച് വന്ന പോലെ you've seen a transition of technology and you know a lot more things. I think we are in a bubble. ഞങ്ങൾ ഒരു ബബിളിൽ ഇരിക്കുകയാണ്, ഒരു ഇന്റർനെറ്റ് ബബിളിന്റെ ഉള്ളിൽ. നല്ല തിരിച്ചു കമന്റ്സ് കിട്ടും കേട്ടോ. കുഴപ്പമില്ല, സത്യമല്ലേ പറയണേ, സത്യമല്ലേ പറയണേ. ആണോ? അല്ല, എന്നാലും കുറച്ചും കൂടി എന്താ പക്ഷെ ഞങ്ങൾക്ക് കുറച്ചും കൂടി ഒരു ഇന്റർനെറ്റ് കുറച്ചുകൂടി ഇൻഫർമേഷൻ നിങ്ങൾക്ക് കൂടുതൽ കിട്ടുന്നുണ്ട്. നമ്മള് ജീവിതത്തില് as in when we go outside of our bubble we face a lot of problems when we go into the real world. പഴയ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ കുറിച്ച് അറിയോ? അതും ഇപ്പോഴും തമ്മിലുള്ള വ്യത്യാസം എന്തെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ എഡ്യൂക്കേഷനെ പറ്റി പറ. നമ്മുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി തിയറി ഓറിയന്റഡ് ക്ലാസ്സസ് ആയിരുന്നു. ഇപ്പൊ നിങ്ങൾ എന്തുട്ടാ വിചാരിക്കണേ? ഭയങ്കര ഞങ്ങൾ ഫുൾ പ്രാക്ടിക്കൽ ആണോ നിങ്ങൾ? നിങ്ങൾക്ക് ഇൻഫർമേഷൻസ് കുറച്ച് കൂടുതൽ. അതെ അത് ഡെഫിനറ്റ്ലി. And don't you think it is also because of the internet? Correct. Adana that is, it has both good sides and bad sides also. But we are happy to be in this bubble. But are we happy? I don't think so. We also would like. വേറൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോളേജിലോ അവിടെയൊക്കെ ആണെങ്കിൽ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ കോളേജ് ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ കളിക്കാൻ പോകും, കാര്യങ്ങൾക്ക് പോകും. ഇന്ന് അങ്ങനെ ഒരു ഇതുണ്ടോ? അതോ ഫോണിന്റെ സ്മാർട്ട് ഫോൺ, ഇന്റർനെറ്റ് എന്നൊരു കാര്യം വന്നപ്പോഴത്തേക്ക് ആൾക്കാർക്ക് നോളജ് ഒത്തിരി കിട്ടുന്നുണ്ട്. പക്ഷെ ഈ പറയുന്ന ഇന്റർപേഴ്സണൽ റിലേഷൻസ് അത്രയ്ക്ക് ഇല്ല. അത് കറക്റ്റ് ആണ് നിങ്ങൾ പറയുന്നത്. ആൻഡ് സംടൈംസ് വി ക്രേവ് ഫോർ ദാറ്റ്. ഈ പറയുന്ന പോലെ ഫോണൊന്ന് മാറ്റി വെക്കണം എന്നുള്ള ഒരു അത് തോന്നും. ഇയാള് ജെൻസി തന്നെയാണോ? ഞങ്ങൾക്കത് പറ്റാത്തോണ്ടാണ് we are addicted to our smartphone. ഇപ്പൊ ഏറ്റവും കൂടുതൽ ഫോൺ അഡിക്റ്റഡ് ആയിട്ടുള്ള നമ്മുടെ പാരന്റ്സ് ആയിരിക്കും. ഫുൾ ടൈം ഫോണിൽ പറയാൻ പറ്റില്ല, കാരണം കാലത്തിനനുസരിച്ച് എല്ലാവരും ജെൻസി എന്ന് മാത്രമല്ല. അതെ, യു ഓൾസോ ഐ എം ഷുവർ കുറെ നേരം റീൽസ് കണ്ട് സമയം കളയുന്നുണ്ടാവും. അപ്പൊ അതന്നെ സെയിം ഞങ്ങൾക്ക് യു ഓൾ ഹാവ് അതർ റെസ്പോൺസിബിലിറ്റീസ് ഓൾസോ ടു ടേക്ക് കെയർ ഓഫ്. What do you mean by other responsibilities take care of? You sound like very old people. No, like if we are students, ഞങ്ങൾ സ്റ്റുഡൻസ് ആണെങ്കിൽ പഠിക്കണം, थोड़ा बहुत घर का इधर उधर करना है. But you all समझ आया? आप तो बड़ी अच्छी हिंदी बोलते हैं. अम्बो thank you. എനിക്ക് ഫോൺ മാറ്റി വെക്കണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. പക്ഷെ ചില സമയത്ത് ഞങ്ങളുടെ വർക്ക്, ഞങ്ങളുടെ സ്റ്റഡീസ് എല്ലാം ഞങ്ങളുടെ ഫോണിൽ തന്നെയാണ്. ആ സമയത്ത് നിങ്ങളുടെ സമയത്ത് ഫോണിലല്ലോ നിങ്ങൾ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യണത്, അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ്സസ് എന്ന് പറഞ്ഞ സാധനം നിങ്ങൾക്ക് ഉണ്ടായിരുന്നില്ലല്ലോ. ഈവൻ ബിഫോർ കോവിഡ്. ശരിയാണല്ലോ, ആ സമയത്തൊക്കെ കോഡ് വന്നിരുന്നെങ്കിൽ എന്ത് ചെയ്തേ? എല്ലാരും പഠിത്തം നിർത്തേണ്ടി. നീ പഠിച്ചേ, ഇവൻ ഒടുക്കത്തെ പഠിപ്പിക്കായിരുന്നു. കാരണം കുറെ ചീറ്റൊക്കെ ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ഫസ്റ്റ് ബെഞ്ച് അല്ല ഇനി പറഞ്ഞാൽ എനിക്ക് ഇച്ചിരി ആരോഗ്യത്തിന് ഹാനികരമായതുകൊണ്ട് ഫസ്റ്റ് ബെഞ്ച് അല്ല, ഒത്തിരി അവസരം കൊടുക്കും. പക്ഷെ പഠിപ്പിച്ചായിരുന്നു. ഞങ്ങളുടെ എല്ലാം എവറിഥിങ് ഈസ് ഇൻ ആർ ഫോൺ ഓൺലി. ഇപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഫ്രണ്ട്സ് ആയിട്ട് സംസാരിക്കാനാണെങ്കിലും യു ഡോണ്ട് സീ എ ഡിസഡ്വാൻറ്റേജ് ഇൻ ദാറ്റ്. ഫ്രണ്ടിനോട് എനിക്ക് നേരിട്ട് കണ്ട് സംസാരിക്കണം പറഞ്ഞാൽ തീരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. അതെ, പക്ഷെ അത് ഞങ്ങൾ ചെയ്യണില്ലല്ലോ, അതാണ് പ്രശ്നം. ഞങ്ങളും ചെയ്യാറില്ല. ജനറേഷൻ പ്രോബ്ലം അല്ല, എല്ലാവരുടെയും ഒരു ലൈഫ് സ്റ്റൈൽ പ്രോബ്ലം ആണ്. We have diagnosed it, guys. You said you think we are cool because our generation. What is the exact reason you I don't know so? The kind of, so I have a lot of friends your age. Not that they are very old or anything, but then please specify. Yeah, like for example, people talk about taking photos like this and not like this. Okay. Like we take photos. Do you understand? Yeah. We're taking a selfie. Yeah. And, right? Shad. We're taking a selfie and you are taking a picture, and there's a different charm in getting a photograph in your hand, physical hand. ഇത് ജെൻസിയിലെ നാരായണി അമ്മയാണ്. I'm a 2001 born. So I'm just saying that
that is why you asked me why I want to be a 90s kid. No, These I are thought the you're going reasons. to favor being a Gen Z. Yeah, being a Gen Z is nice only. ഒരു തോടി കാര്യമുള്ളൂ. It's nice to be. You ask me questions, I'll tell you why it's nice to be a Gen Z. Really? Yeah. What kind of questions you would prefer to hear? Like we are much more independent. No, we I asked you, like, what do you Yeah. think? See, താൻ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ജനറേഷൻ ആൾക്കാർ കുറച്ചുകൂടെ കൂൾ ആണെന്നാണ്. വൈ കൂൾ? ബിക്കോസ് വി പക്ഷെ ഞങ്ങൾ വിചാരിക്കുന്നത് നിങ്ങളാണ് ഞങ്ങള് we are cool in the sense that we make our own decisions. ബോയ്ഫ്രണ്ട് ഉണ്ടോ? ഉണ്ടോ? അയ്യോ നൈ മമ്മേ പ്ലീസ് കട്ട്. അത് കട്ട് ചെയ്യാൻ പറ്റുന്നില്ല. No please no. No. ഇപ്പൊ ബോയ്ഫ്രണ്ട് ഉണ്ടോ എന്ന് ഞാൻ ചോദിച്ചപ്പോ യു സെഡ് യെസ്. അല്ലേ? അത് പറയാൻ എനിക്ക് മടിയില്ല. ഞങ്ങളോട് ചോദിച്ചു നോക്കൂ, ഉണ്ടെങ്കിൽ ഇല്ലെന്നേ പറയത്തുള്ളൂ. But oh my god, I am going to be killed after That's this. okay. ആ പേടിയുണ്ടോ? So you are somewhere still on our generation. No, our generation people also have this fear. No, I don't think so. I've met many other Gen Zs. I don't Then think I they think have I'm that kind of- Amma. ആളെ മാറ്റണോ? ആളെ മാറ്റാം. ആളെ മാറ്റാം. Let's change. Seriously, ആ fear ഉണ്ടോ? പിന്നെ അതല്ല ഞാനിപ്പോ ഇത് കട്ട് ചെയ്യൂല. oh my Jesus. It's okay. I am over. It's See, okay. I am so scared. Why? Why do you think we are very different from you? അത്രയ്ക്ക് ഡിഫറൻസ് ഒന്നുമില്ല. പക്ഷെ ഇങ്ങനെയല്ല സാധാരണ ജൻസിയിലുള്ള ആൾക്കാർ, അവർക്ക് അങ്ങനെ പ്രശ്നമൊന്നുമില്ല. I think you should get someone even more younger. No, it's not about being young or old. I think so because Really? our age, yeah, my friends, yeah, Reena has a boyfriend. Maybe that is because I'm just telling Reena has a boyfriend. No, it's maybe because maybe I'm not generalizing, but Yeah. maybe because you're from a typical Malayali family. Yeah, but we were raised in the north. Raised in north, right? Yeah, but it is there. We are. Still Malayalis are No, Malayali. No, we I are am there. scared. Really? Yes, I mean. പക്ഷെ Yes. ഇവിടെ ഉള്ള മലയാളികൾ ഇപ്പൊ കുറച്ചും കൂടി അല്ലേ അതെ. അങ്ങനെ എന്നപ്പോ ഞാൻ റോങ് ഗസ്റ്റ് ആണ് ഗൈസ്, നമുക്ക് ഗസ്റ്റ് മാറ്റാം. നെക്സ്റ്റ് Okay. അപ്പം ബോയ്ഫ്രണ്ട് പറയുന്നതിൽ പേടിയില്ല. ഭായ് മത് കർന പെട്ടി ജാऊंगी मैं घर पे. അമ്മ പോയിന്റ് മിസ്സായി ഒന്നുകൂടെ കേട്ട് കാര്യങ്ങളൊക്കെ സ്പീഡായി പോട്ടെ, നല്ലതല്ലേ? അമ്മ will kill me. അമ്മ അമ്മയ്ക്ക് ഏതെങ്കിലും മെസ്സേജ് പറയാറുണ്ടോ? എനിക്ക് ബോയ്ഫ്രണ്ട് ഒന്നും ഇല്ല മമ്മി. ഓക്കെ. ये तो कुछ भी बोल रहे हैं, ये तो स्क्रिप्टेड है सब. അല്ല അപ്പൊ Subscripted. ജെൻസി ആയതുകൊണ്ട് ഒരു ചോദിക്കാം, ഒരു ബോയ് ഫ്രണ്ട് മാത്രമേ ഉണ്ടാവുന്നുള്ളൂ വിശ്വസിക്കുന്നുണ്ടോ ലൈഫിൽ? Good question. ഒന്നും കൂടി ഒന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ Like, I'll tell you why he asked that question. Because during our prime age, with maybe your age, prime age is in തൻ്റെ പ്രായത്തിൽ അന്ന് ഞങ്ങൾക്ക് ഒരു അഫയർ ഉണ്ടപ്പോൾ we all thought this is it, we are going to end up marrying to this girl. അങ്ങനെ വിശ്വസിക്കുന്നുള്ളതാണ് ചോദിച്ചത്. അങ്ങനെയില്ല. ഓ, We don't think that. അപ്പൊ പിന്നെ പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. ആള് മാറില്ല എന്നാലും. ഇനിയിപ്പോ ഇത് പറഞ്ഞ ആളിട്ട് മതി. അതെ. So no, it's not like that. We do fall in love thinking that oh my god, this is the person maybe, but then പ്രശ്നങ്ങളൊക്കെ വരുവാണെങ്കിൽ അല്ലെങ്കിൽ if we break up, we have a lot of options these days. Especially girls have a lot of options because of this thing called dating apps Okay. and also like social media in general. How do you take breakups? അങ്ങനെ Breakup Sad only if it's like real thing. So and have all. you had breakups? Yeah. Okay. That my mom knows, so it's okay. Dating apps ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടോ? ഇല്ല ഞാൻ ചെയ്യാറില്ല. But I have done. Before. Yeah. Okay. ഏതൊക്കെ ഡേറ്റിംഗ് ആപ്സ് യൂസ് ചെയ്യാറുണ്ട്? Bumble only. Okay. Oh my ബംബിൾ God, ഞങ്ങൾ യൂസ് ചെയ്യുന്ന this ആപ്പാണ്, is ബട്ട് ഇറ്റ്സ് going- മോസ്റ്റ് ഓഫ് ഡേറ്റിംഗ് അല്ലാതെ നെറ്റ്വർക്കിംഗ് ഉണ്ട്. As business, Yeah. Bumble BO. അതെടുത്ത് പറയണം. അടുത്ത് പറയണം, സോറി. Naughty boys. Naughty boys. ഞങ്ങള് ഈ പ്രായത്തിൽ ആര് ഡേറ്റിംഗ് ആപ്പിൽ ഞങ്ങളെ മൈൻഡ് ഞാൻ ചെയ്യാൻ? കാണാറുണ്ട്. ഞങ്ങളെയോ? നിങ്ങളുടെ പ്രായമുള്ള ആൾക്കാർ അവിടെ കാണാറുണ്ടോ? ഓൾ ദി ബെസ്റ്റ് ഗൈസ്, ഗുഡ് ജോബ്, ഡു വെൽ. ബ്രദർ ഉണ്ടല്ലോ Brother പറഞ്ഞു. ഉണ്ട്. ഹൗ ഓൾഡ് ഈസ് ഹി? he's 30. He's going to be 30. Okay, so ചുമ്മാ അല്ലേ 90s എഫക്ട് അവിടെ നിന്ന് കിട്ടുന്നത്? അതായിരിക്കും. അതായിരിക്കും. But his mindset and my mindset is very different. Really? Yeah. About ഈ പറഞ്ഞ marriage and relationship, we are getting him married, so if you are a eligible bachelorette 20 around 20, yeah, we are looking for age പറ. I want to hear that perception. he wants somebody about like 26. And he wants somebody in the IT industry because he also works in IT. ഏതൊരു ഡേറ്റിംഗ് ആപ്പായിട്ട് മാറ്റിയോ? So that is what I was coming to, is that he doesn't want to go through the dating app route. We have put his profile on Malayalam Matrimony. matrimony sites, but I will never do that. But why? Because But why? Because it's so
shallow कि हाँ इसकी शक्ल अच्छी नहीं है, ये अच्छा कमाती नहीं है, ये ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കും പുള്ളിക്ക് മനസ്സിലാവും. ഇയാൾക്ക് മനസ്സിലാവും. ഷക്ല ചനാഹി എന്ന് പറഞ്ഞാൽ മുഖം നല്ലതല്ല, കൈയടിക്കൂ. So you are very clear that you will not go for an arranged marriage. I don't want to, but if परिस्थिति ऐसी हो गई तो फिर क्या कर सकते हैं. പരിസ്ഥിതി എനിക്ക് വലിയ വലിയ ഹിന്ദി ഒക്കെ അറിയാം, മലയാളം അറിയില്ല. ശരിക്കും പരിസ്ഥിതി എന്ന് തന്നെയാണ് അർത്ഥം. പരിസ്ഥിതി സിറ്റുവേഷൻ അങ്ങനെ ആയി പോയാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും. ഓക്കെ, മലയാളത്തിൽ പരിസ്ഥിതി എന്ന് പറഞ്ഞത് തന്നെയാണ് അർത്ഥം. പരിസ്ഥിതി എന്ന പരിസരമല്ലേ, പരിസരം is പരിസ്ഥിതി പ്രദേശങ്ങൾ എന്നൊക്കെ പറയുന്നത്. ഞാനും മലയാളത്തിലും അത്ര ഞങ്ങൾ ക്ലെയിം ചെയ്യുന്നില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. ലെറ്റ്സ് മൂവ് ഓൺ. നമുക്കിത് ഇതിന്റെ ടോപ്പിക് മാറ്റിയാൽ മതി, ഈ പോഡ്കാസ്റ്റിന്റെ ടോപ്പിക് മാറ്റിയാൽ മതി. അതെ, അപ്പൊ ശരിയാവും. കുറച്ചും കൂടി യങ് ഒരു പേഴ്സൺ അങ്ങനെ എന്തെങ്കിലും ആക്കിയാൽ മതി. ആരെ? ഞാൻ കുറച്ചും കൂടി യങ്. ഓ അങ്ങനെ, ഞാൻ വിചാരിച്ചു ജെൻസി വേഴ്സസ് 90s ആയ ചിലപ്പോ ഒരു നല്ലൊരു ഫൺ കോൺവെർസേഷൻ അങ്ങനെ എന്തെങ്കിലും ആയാൽ മതി. മേബി just change the topic only. അല്ല, പക്ഷെ ഇപ്പൊ താൻ പറഞ്ഞൊരു പോയിന്റ് എടുത്തു, എന്റെ വീട്ടിൽ തന്റെ ബ്രദറിന്റെ ഒരു മൈൻഡ് സെറ്റ് Oh, ഉണ്ട്. very different from mine. The career that he chose, the career that I chose, so different. അത് ഓരോരുത്തരുടെ പെർസെപ്ഷൻ അല്ലേ കരിയർ. അതെ, പക്ഷേ അവന് അങ്ങനെ I don't think. No, I agree with your point. Yeah, I don't Career think what he chose is because No, I don't think he had the choice. first choice. Like my parents have always given us the choice, but then he never had the exposure to maybe try out different things that I had. അതാ ഒരു ഐ മീൻ ജനറേഷന്റെ വ്യത്യാസം. പിന്നെ എന്നിട്ട് നിങ്ങൾ നോക്കണം, അതന്നല്ലേ അതല്ലേ വന്നല്ലോ നിങ്ങൾ നോക്കണേ. നൈസ്. അപ്പൊ വരട്ടെ, നേരത്തെ ഭയങ്കര പോഷ് ഇംഗ്ലീഷിലൊക്കെ മച്ച് കാസ് എന്നൊക്കെ പറഞ്ഞിട്ടാണ്. I'm an actress, so I can. കണ്ടിപ്പോ എന്നിട്ട് ഇപ്പൊ നിങ്ങൾ നോക്കണേ. എനിക്ക് പല ആ സാധനം ആളാണ് വരുന്നത്, തൃശ്ശൂരാണ് വരുന്നത്. അതെ. അപ്പോ എന്താ പറയാ, No, what I said was like താൻ പറഞ്ഞ പോലെ തന്റെ ബ്രദറിന് ഒരു ചോയ്സ് ഇല്ലാത്തതായിരുന്നില്ല, ബട്ട് മേ ബി ലാക്ക് ഓഫ് ഇൻഫർമേഷൻ ആയിരിക്കാം. അവന് ട്രെയിൻ ഡ്രൈവർ ആവണം, ലോക്കോ പൈലറ്റ് ആവണം എന്നായിരുന്നു ആഗ്രഹം. But his parents are my parents also. So our parents. Perks of being a Gen Z maybe. അല്ല, ജനറേഷൻ പറയുന്നതല്ല, എന്നാലും സോറി, അത് Gen Z സ്മാർട്ട് വൺസ്. ഇത് വേറെ ഇതിൽ പോയതാണ്. So he wanted to do that. അവൻ പഠിച്ചില്ല അതിന് വേറെ, that is one this thing, but he was really interested in being a loco pilot, and my parents were like, no, that's not a very like it won't be comfortable, that is not a very comfortable profession. You have fancy, I mean it's not even fancy, and it's സാധനങ്ങളൊക്കെ. So he couldn't, and because he didn't have much like even motivation or encouragement from my parents, he couldn't take that up very seriously also. But he really wanted to be a loco pilot. Whereas I this is very ഏത് പ്രായത്തിലാണ് he said that he wanted to become a loco pilot? When he was in 10th or something, 10th or 11th something. Okay. അപ്പോൾ ഞാൻ 10th പറഞ്ഞു എനിക്ക് 11th ആവുമ്പോൾ എനിക്ക് നല്ല മാർക്ക് ഉണ്ട്, എന്നാലും എനിക്ക് ഹ്യൂമാനിറ്റീസ് എടുക്കണം. And my parents were like, yeah, go ahead, sure. For him also, he only had that thing. അവന് തന്നെ ഉണ്ടായിരുന്നു, അയ്യോ ഹ്യൂമാനിറ്റീസ് പഠിക്കാത്ത കുട്ടികളാണ് ഹ്യൂമാനിറ്റീസ് എടുക്കുക, പിന്നെ പെണ്ണുങ്ങള് ചെയ്യണ ഒരു എന്താ പറയാ സബ്ജക്റ്റ് ആണ് ഹ്യൂമാനിറ്റീസ്, ഇതൊന്നും വേണ്ട, കോമേഴ്സ് വരെ അവന് വേണ്ട. സോ ഹി ജസ്റ്റ് വാണ്ടഡ് PCM. അതിൽ എത്ര അവൻ ഹി വർക്ക് വെരി ഹാർഡ്. 11th 12th ഒക്കെ കടന്നു പോകാൻ ഓൾസോ ഹി ഹാഡ് ടു ലൈക്ക് work very hard. I was smoothly sailing with humanities, extracurricular activities ഒക്കെ ചെയ്ത്. But എന്താ ഡിഫറൻസ്? ഒരു വീട്ടിൽ തന്നെ വന്നിട്ടും is it because of the generation gap or is it because that you had more access to information like internet? നമുക്ക് ഇന്റർനെറ്റ് ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷെ നമുക്ക് അങ്ങനെ ഒരു ചോയ്സ് കണ്ടന്റ് ഇല്ലായിരുന്നു. അതായത് അവൈലബിൾ ആയിട്ടുള്ള കോഴ്സസിനെ കുറിച്ച് പോലും നമുക്കറിയത്തില്ല. ഇപ്പൊ ഞങ്ങൾ +2 ഒക്കെ കഴിഞ്ഞ സമയത്ത് ഒന്നെങ്കിൽ എഞ്ചിനീയർ, ഡോക്ടർ, അല്ലെങ്കിൽ ലോയർ, അങ്ങനെ. അപ്പം ആ ഒരു മൈൻഡ് സെറ്റിൽ തന്നെ പോയിക്കൊണ്ടിരുന്നു. ഫ്രണ്ട്സ് എല്ലാം ഇത്ര ഓപ്ഷൻസ് ഉണ്ടെന്നുള്ള കാര്യം അറിയത്തില്ല. ഞാനൊരു 10th 11th ആ സമയത്ത് എനിക്കൊരു ജേർണലിസ്റ്റ് ആവണം എന്നുള്ള പോലെ ഒരു ആഗ്രഹം വന്നപ്പോൾ ഐ കുഡ് ഗോ ഓൺ ട്വിറ്റർ ആൻഡ് റീച്ച് ഔട്ട് ടു ദ ജേർണലിസ്റ്റ് ദാറ്റ് ഐ ലൈക്ക് സീയിങ് ഓൺ TV. അത് അവന് ചിലപ്പോൾ ഈ നെറ്റ്വർക്ക് ചെയ്യാനുള്ള ഒരു അതുണ്ടാവില്ല, ഒരു ചാൻസ് ഹി മേ നോട്ട് ഹാവ് ഗോട്ടൻ. പിന്നെ ഐ മീൻ ഓരോരുത്തരുടെ ഒരു പേഴ്സണൽ സ്കിൽസും അതിൻ്റെ ഒരു ഫാക്ടറാണ് എന്ത് ചൂസ് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ. ഇപ്പം യു ആർ ഗുഡ് അറ്റ് കമ്മ്യൂണിക്കേഷൻ, അതുകൊണ്ട് ആ ഒരു കോഴ്സിലേക്ക് പോകാനുള്ളൊരു താല്പര്യം ഉണ്ടായി. എന്നാലും
അതൊരു സ്കിൽ ആട്രിബ്യൂട്ട് ഡിഫറൻസ് ഉണ്ടാക്കാം. പക്ഷെ എന്നാലും ഇപ്പം പുള്ളിക്ക് ഒരു ലോക്കോ പൈലറ്റ് ആകണമായിരുന്നു ആഗ്രഹം. അത് അത്രയ്ക്ക് എന്റർടൈൻ ചെയ്തില്ല, മേ ബി ബിക്കോസ് പല റീസൺസും കൊണ്ടുള്ളതുകൊണ്ട്. അതിപ്പോ ഇന്നത്തെ ജനറേഷനിലാണെങ്കിലും പേരൻസ് അത് എന്റർടൈൻ ചെയ്യാൻ സാധ്യതയുണ്ടോ? ഐ മീൻ ഇത്രയും ബ്ലോക്ക് ചെയ്യില്ലായിരിക്കും, എന്നാലും ഒരു ലോക്കോ പൈലറ്റ് ആകണമെന്ന് ആഗ്രഹം പറയുന്ന ഒരു മകനോടോ മകളോടോ ഐ മീൻ ഇപ്പോഴും പേരൻസ് പറയും കുഡ് ഗെറ്റ് അനദർ. ഇപ്പൊ എനിക്കൊരു ജേർണലിസ്റ്റ് ആവണമെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ എനിക്ക് ഫിലിംസിൽ വരണം അങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ, ഐ ഹാവ് എന്താ പറയാ, ഐ ഹാവ് പീപ്പിൾ ടു ഷോ ദം ദാറ്റ് ദേ ഹാവ് ബിക്കം സക്സസ്ഫുൾ ഇൻ ദ റൂട്ട് ദാറ്റ് ഐ ആം പ്ലാനിങ് ടു ടേക്ക്. പക്ഷെ അവന് അത് ചിലപ്പോൾ പറയാനുള്ള. മുകേഷ് ആക്ടറിനെ കേട്ടിട്ടുണ്ടോ? അറിയാല്ലേ? ഇപ്പം പട്ടുപോയി പട്ടുപോയെന്ന് ചോദിച്ചില്ലേ, അതെന്താ മനസ്സിലായോ? ആക്ച്വലി പട്ടുപോയി എന്ന് പറഞ്ഞൊരു മലയാളം മൂവി ഒരു അത് അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മളൊക്കെ ഈ അടുത്ത റീലോ അല്ലെങ്കിൽ നമ്മൾ അറിയാം. ഞാൻ വേറെ കാര്യം ചോദിച്ചോട്ടെ, കുറച്ച് കാലം മുന്നേ ഐ ഷുഡ് അഡ്മിറ്റ് ഞങ്ങൾക്കും ഒരു ഈ അടുത്താണ് എൻ്റെ ആ പെർസെപ്ഷൻ സത്യം പറഞ്ഞാൽ മാറിയത്. ഈ ജനറൽ നോളേജ് എന്നൊരു സാധനം അറിഞ്ഞില്ലെങ്കിൽ ഞാൻ കുറേ ആൾക്കാരെ കളിയാക്കി. എൻ്റെ കസിൻ സിസ്റ്റേഴ്സിനെ മെയിനായിട്ട് ഞാൻ താറുമാറടിച്ച് കളിയാക്കിയിട്ടുണ്ട്. ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ആരാണ്? ശ്രീ നരേന്ദ്ര ദാമോദർ ദാസ് മോദി. Who was the first prime minister of India? Pandit Jawaharlal Nehru. Second? ഒരു ക്ലൂ തരാം. എന്താ പിന്നെ അങ്ങനെ ആരാ സംസാരിക്കുന്നത്? ഹൂസ് ദ കിങ് ആക്ടർ ഇൻ മലയാളം? അത് തന്നെ പറ. മോഹൻ. മോഹൻലാലല്ല പ്രൈം മിനിസ്റ്റർ. മോഹൻ. വാട്ട്സ് ഹിസ് സെക്കൻഡ് നെയിം? ഈ ആക്ടർ ആരാ? You don't know who's Mohanlal? I know Mohanlal. I was asking you what's his name. I thought you were telling me about the Prime Minister. Who's the second Prime Minister of India? I don't know. ലാൽ ബഹദൂർ ശാസ്ത്രി. Oh yeah. ആക്ച്വലി ലാൽ ബഹദൂർ ശാസ്ത്രി എന്തോ ഒരു ടെക്നിക്കൽ എന്തോ സാധനം ഉണ്ട്, സെക്കൻഡോ തേർഡ് അങ്ങനെ എന്തോ സംഭവം കൂടെ ഉണ്ട്. അപ്പൊ സെക്കൻഡ് ആണ് തേർഡ്? സെക്കൻഡ്. ലാൽ ബഹദൂർ ശാസ്ത്രി. This is the new. Bhai bola इसने, uncle नहीं बोला. Okay, go ahead, good. So അപ്പോൾ ഞാൻ ചോദിക്കുന്നത് അങ്ങനെ ഒരു ലൈക്ക് വാട്ട് ഈസ് യുവർ പെർസെപ്ഷൻ? ലൈക്ക് ഐ സീ ഈ പ്രൈം മിനിസ്റ്ററും പ്രസിഡന്റും ചോദിക്കുന്നതുകൊണ്ട് ജനറൽ നോളജ് നല്ല ഞങ്ങൾ ഉദ്ദേശിച്ചത്, പക്ഷെ അതുപോലെ അറിയാത്ത ആൾക്കാരുണ്ട്. അറിയണമെന്ന് എനിക്ക് ഐ ലൈക്ക് പീപ്പിൾ ഹു നോ a little bit about the. അല്ല അറിയണം നിർബന്ധമുണ്ടെന്ന് തോന്നുന്നുണ്ടോ? നിർബന്ധമൊന്നുമില്ല. നിർബന്ധം എന്താ? വൈ? ഇപ്പോൾ എനിക്ക് തോന്നുന്നു ബട്ട് വൈ ഞങ്ങൾ കാരണം മലയാള സിനിമയിലെ കുറച്ച് ആൾക്കാർക്ക് പുതിയത് പഠിച്ചു. ഞങ്ങൾ കുറച്ച് റെഫറൻസ് വരാം ഏതൊക്കെ പഠിക്കണമെന്നുള്ളത്. മലയാളം ഇൻഡസ്ട്രിയിൽ ഇതാക്കണമെങ്കിൽ പഴയ മലയാള സിനിമകളൊക്കെ അറിഞ്ഞാൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. ഈ പറയുന്ന കുറെ സലീം കുമാറിന്റെ കുറെ സാധനങ്ങളുണ്ട് നമ്മളൊക്കെ സ്ഥിരം യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഈ കോണ്ടന്റ് ഒക്കെ ഫോളോ ചെയ്യുമ്പോൾ മീംസ് ഒക്കെ കാണുമ്പോൾ What do you mean by cringe? And എങ്ങനെയാണ് cringe content ഉദ്ദേശിച്ചത്? ഒരു എക്സാമ്പിൾ പറയാമോ? എങ്ങനെ? Me? You mean me? Cringe meaning I mean ചാള വരുന്നല്ലോ അറിയില്ല. കിളി പോയിരിക്കുന്നതൊക്കെ മനസ്സിലായില്ല. What is this? This is mean. What do you mean? Mean? Chala mean? That's actually a movie dialogue. You have seen Kalyan Raman? Yeah, but I've seen it बहुत पहले देखा है. कितना पहले देखा? बहुत पहले जब शायद मैं छोटी थी तब. You are the link of the link. मैं बहुत छोटी थी तब. कितनी छोटी थी आप? 5-6 साल की थी तब. അത്രയും പഴമൊന്നുമല്ല സിനിമ ആണോ? ഇച്ചിരി ഹിന്ദി കൂടുന്നുണ്ട് കേട്ടോ. സോറി, 5-6 വയസ്സുള്ള. അറിയാവുന്ന ഹിന്ദി കാച്ചിട്ട് ആൾക്കാർ വിചാരിക്കട്ടെ ഹിന്ദി അറിയാം. 5-7 വയസ്സ് ആണോ? അത്രയും പഴമാണ് കല്യാണരാമൻ. കല്യാണരാമന്റെ ഇയർ എത്രയാ? 2007 ആയിരിക്കും. അപ്പോൾ ആണോ? 6 years old. 2007 ആണെങ്കിൽ 2007. കല്യാണരാമനൊക്കെ ഭയങ്കര തമാശ. I've seen all these films. പക്ഷേ അതിനകത്ത് 2 അപ്പം ഒരു വയസ്സുള്ള കുറച്ച് കഴിഞ്ഞിട്ട് കണ്ടിട്ടുണ്ടാവും. So I don't remember അങ്ങനെ. So what were you trying to say? I forgot. What do you mean എന്നാണ് നമ്മൾ തുടങ്ങിയത്. Cringe is something that makes you go like That's your literal definition of the word cringe. I was asking what makes you feel cringe. Like anything that makes me uncomfortable and like which is sometimes something that is overdone. ഞങ്ങളുടെ കാലഘട്ടത്തിൽ ക്രിഞ്ച് എന്നുള്ള വാക്കൊന്നും ഇല്ലായിരുന്നു. വളിപ്പുണ്ടായിരുന്നു. ലൈക്ക് ഇപ്പോൾ ഒരു ലെറ്റ്സ് ഒരു ഭയങ്കര അഫെക്ഷനേറ്റ് ആയിട്ട് അല്ലെങ്കിൽ പീഡിയൊക്കെ കാണിക്കുമ്പോൾ ഞങ്ങളൊരു പൈങ്കിളി എന്ന് പറയും. നിങ്ങൾക്ക് അത് ക്രിഞ്ചാണോ അതോ? It's nice. ഓ
ഇത് കുറച്ച് കുച്ച് കുച്ച് ഹോത്ത ഹെ ഷാറൂഖ് ഖാൻ ഫാൻ ആയതുകൊണ്ട് അതിന്റെ ഒരു സൈഡ് എഫക്റ്റ് ഉണ്ട് അല്ലേ? ഷാറൂഖ് ഖാൻ ഫാൻ ആണോ? Very big. സി ഈസി ടു ജഡ്ജ്. Yeah. അപ്പൊ അതുകൊണ്ടാണ് ക്രിഞ്ച് അല്ലാത്തത്. എന്താണ് വാട്ട് എൽസ് ഇസ് ക്രിഞ്ച് അക്കോർഡിംഗ് ടു യു? What else? ഞങ്ങളുടെ So ജനറേഷൻ ഞാൻ പറയട്ടെ. Okay, this will ബാധിക്കൽ my people will hate on me for this. But ഈ ഞാനൊരു MC അല്ലേ? ഞാനൊരു MC കൂടിയാണ്. അല്ലേ? എന്നോടാണ് ചോദിക്കുന്നത്. അല്ലേ? അങ്ങനെയൊക്കെ പറഞ്ഞോട് വന്നത്. MC കൂടിയാണ്. അപ്പൊ ഈ ഇവന്റിലൊക്കെ പോകുമ്പോൾ ഹലോ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ ഗായ്സ് ആൻഡ് ഗേൾസ് അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മള് ഒന്നും മിണ്ടാണ്ടിരിക്കുന്നുള്ള ഒരു അത് തോന്നില്ലേ നമുക്ക്? തോന്നാറുണ്ട്. ഇല്ലേ? ഉറപ്പായിട്ട് തോന്നാറുണ്ട്. അപ്പൊ that is ഹൗ ഡു യു യൂഷ്വലി ലൈക്ക് യു നോ ഒരു എങ്ങനെയാണ് ഒരു ഇൻട്രോ So it കൊടുക്കുന്നത്? depends on the event. If it's a formal function, we'll be like, good evening, ladies and gentlemen. Welcome. അത്ര to ഫോമൽ അല്ലെങ്കിൽ ഒരു what if it's ഒരു So I മൂവിയുടെ won't start with good evening. I'll just pick up something from the audience. I will pick up someone from the audience and I'll have an interaction with them. I'll do something different. I don't like. keep it more interactive and engaging. Yeah, engaging. I don't. And then. ഒരു ഡെമോ തരാമോ ഈ പോഡ്കാസ്റ്റിന് ഒരു ഇൻട്രോ ലൈക്ക് Hi guys and welcome to a podcast that has not been named yet. Oh. You don't need a name here. You don't need a name actually. Yeah, nameless. So cringe is just like You said maybe like something that is overused. ഭയങ്കരമായിട്ട് overuse ചെയ്ത സാധനങ്ങൾ is cringe. what nangal? സാധനങ്ങൾ. Okay, nice. Sorry. That is cringe. പിന്നെന്താ പിന്നെ കുറെ പോരട്ടെ? അത് തന്നെ. നമ്മൾ കുറച്ച് റീലൊക്കെ കാണുമ്പോ അത് ഒരുപാട് വട്ടം കണ്ട് മടുത്ത് some reels you see and you're like, oh no, I don't know why I'm laughing. I'm thinking of those reels. Cringe actually makes you happy. That is the thing I was coming to. So people love cringe. People who are cringe are happier in life generally. Really? Yeah, I think so. People who try to be like all poised and like spick and span, say the right things at the right time. I don't think they're very happy in life. നമ്മുടെ മറ്റേ സാധനം വരണം അല്ലേ? ഏതാ? എന്തൊട്ടെ പറയണേ? ആ സ്റ്റൈലിൽ ലൈഫ് കൊണ്ടുവരണം. അവര് ഹാപ്പിയാണ്. അവര് they are doing what they like. ഇപ്പൊ ചിലപ്പോ ഒക്കെ വെഡിങ്സിനൊക്കെ പോകുമ്പോ നമ്മള് കാണില്ലേ ഫോട്ടോഗ്രാഫേഴ്സ് പറയണത് to the bride and the groom ഇങ്ങനെ ചെയ്യ് അങ്ങനെ ചെയ്യ്. അപ്പൊ നമ്മൾ അങ്ങനെ That is cringe. അത് ഭയങ്കര cringe ആണ്. ഭയങ്കര cringe ആണ്. True. And അത് നമുക്ക് ക്രിഞ്ച് ആയിട്ട് തോന്നും. പക്ഷെ ചെയ്യണ ആൾക്കാർക്ക് എല്ലാവർക്കും ചെയ്യാനാ. എനിക്ക് cringe ആണ് personally. ലാസ്റ്റില് ഔട്ട് കാണുമ്പോ നല്ലതാണ്. പക്ഷെ ഞാൻ ചിലപ്പോ നമുക്ക് ഔട്ട് കാണുമ്പോൾ ഇത് എന്താണത് we feel. Let's say okay, this is again it is different for different people. അല്ല ക്രിഞ്ചിന്റെ ആക്ച്വലി ഡെഫിനിഷൻ തന്നെ ഓരോരുത്തർക്കും ഡിഫറെന്റ് ആണ് ശരിക്കും. അല്ല ഇപ്പൊ പറഞ്ഞ ഈ ഫോട്ടോഷൂട്ടിന് എക്സാമ്പിൾ പറഞ്ഞത് എന്റെ ലൈഫിൽ എന്റെ സമയത്ത് അത് പറഞ്ഞപ്പോൾ ഞാൻ പറ്റില്ല എന്ന് പറഞ്ഞു. എനിക്ക് ഭയങ്കര ക്രിഞ്ചായിട്ട് ഫീൽ ചെയ്തു. ലൈക്ക് ഞാനങ്ങനെ ചെയ്തു കൊടുത്തു. ഇഷ്ടമാണ് ചെയ്യാനെന്നുള്ളതല്ല, എനിക്കതൊരു ഇതായിട്ട് തോന്നി. എന്തായാലും കാശ് കൊടുത്തിട്ട് അവന്മാരെ വരുത്തിക്കുന്നു. പിന്നെ എന്തിനാണ് നമ്മള് അല്ലെങ്കിൽ നമ്മളത് വേണ്ടെന്ന് പറയണം, ഫോട്ടോ വേണ്ടെന്ന് പറയണം. ഇതിപ്പോ അവര് വന്നിട്ട് നിങ്ങൾ നല്ലത് ചെയ്താൽ നല്ല എടുത്തു തരാന്ന് പറയുമ്പോ നമ്മള് എന്തിന് അല്ലേ കൊടുക്കാതിരിക്കണം. ഓവറായിട്ട് വരുമ്പോഴത്തേക്ക് പ്രശ്നമുള്ളൂ. ഞാൻ പറഞ്ഞ എനിക്ക് ഇത്ര കൂടുതൽ ഇതൊന്നും ഇങ്ങനെ മറ്റേ തല താത്തി വെച്ചിട്ട് ഇങ്ങനെ മേലോട്ട് വെക്കണം ആ പരിപാടിയൊന്നും നടക്കത്തില്ല. നോർമൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. കെട്ടിപ്പിടിച്ചു അതല്ല naturally it also depends on like the team photography team who comes and ചിലവരൊക്കെ മറ്റേ ഓടി ചാടി വന്നിട്ട് ഇങ്ങനെയൊക്കെ നിൽക്കാനൊക്കെ എന്റെ ഫുൾ ഫേസ് എന്റെ ഫുൾ ഫിഗർ കേട്ടിട്ടുണ്ടോ? എന്റെ തല എന്റെ ഫുൾ ഫിഗർ കേട്ടിട്ടില്ല. മലയാളം മൂവി ആരാന്നാ പറഞ്ഞേ? അല്ല ഞാൻ എന്റെ പണി റാഗിംഗ് സെഷൻ പോലെ ഞാൻ പഠിച്ചോണ്ടിരിക്കുകയാണ് ഗൈസ്. ഞാൻ എന്റെ ഫസ്റ്റ് മൂവിയിൽ എനിക്ക് 2 ഡയലോഗ്സ് ഉണ്ടായിരുന്നുള്ളൂ. ഏതൊക്കെ ഡയലോഗ്? ഇച്ചാപ്പ എനിക്ക് റാങ്ക് ഉണ്ട്. ഇച്ചാപ്പനോ? That is how in പൂക്കാലം. ഇച്ചാപ്പ എനിക്ക് റാങ്ക് ഉണ്ട്. തോന്നക്കൽ പഞ്ചായത്തിലെ ഓരോ I couldn't do it. I didn't dub for it. എനിക്കത് ചെയ്യാൻ മനസ്സിലായ? തോന്നക്കൽ പഞ്ചായത്തിലെ ഒരു അരി പറക്കി എടുത്ത് അറിയില്ല? അഴകിയ രാവണൻ സിനിമ കണ്ടിട്ടുണ്ടോ? വെണ്ണില ചന്ദന കിണ്ണം പാട്ട് കേട്ടിട്ടുണ്ടോ? Please don't do this to me. അല്ല ഇതൊക്കെ റെഫറൻസ്, ഇതൊക്കെ നോക്കണം, പോയി പഠിക്കണം.
ഞാൻ പഠിക്കും. ഇച്ചാപ്പ എനിക്ക് റാങ്ക് ഉണ്ട്, ഇതെനിക്ക് പറയാൻ പറ്റില്ല. പിന്നെ സെക്കൻഡ് ഡയലോഗ് വാസ് അമ്മ കള്ളം പറയാം മാഷ അപ്പന. ഇതെനിക്ക് പറയാനേ പറ്റുന്നുണ്ടായിരുന്നില്ല ആ സമയത്ത്. എന്താന്ന് പറഞ്ഞോണ്ടിരുന്നത്? ഫ്ലട്ടർ ഇത് ഫംബിളാവും, അമ്മ അങ്ങനെയാവും. കുറെ ട്രെയിൻ ചെയ്യേണ്ടി വന്നു. അപ്പം ആ മലയാളം ഒരു ബിക്കോസ് മീ മൈറ്റ് ഹാവ് സ്റ്റാർട്ട് പ്രോസസിങ് ഓർ തിങ്കിങ് ഇൻ ഹിന്ദി ഫസ്റ്റ്, അത് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ പണ്ട് മറ്റേ ഷോർട്ട് ഫിലിമിൽ ഞാൻ ഒരു ചെറിയ ഷോർട്ട് ഫിലിമിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അതല്ല ബാൻഡേഡ് എന്നാണോ ബാൻഡേജ് എന്നാണോ ഇപ്പൊ കണ്ടു കഴിഞ്ഞാൽ ക്രിഞ്ച് എന്ന് പറയും. ക്രിഞ്ച് എന്ന് പറയുമല്ലേ. അപ്പം ആ ഡയലോഗ് ഒന്നും എഴുതിയിട്ടില്ലെന്നേ. അപ്പം ഇങ്ങനെ പറഞ്ഞ മറ്റേ വായനക്കാൻ വേണ്ടിട്ട് www എന്ന് പറയും. അതായത് അങ്ങനെ വരുമ്പോഴത്തേക്ക് ഒരുവിധം ഇതിലൊക്കെ സിങ്ക് ആവുന്നാണ് പറയുന്നത്. അറിയില്ല. സിനിമാക്കാരുടെ അടക്ക് പാവം ആരും അല്ലാത്തൊരു ഞാൻ എനിക്ക് 2 ഡയലോഗ്സ് ഉണ്ടായിരുന്നു. അതെനിക്ക് അതുപോലെ എനിക്ക് പറയാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാനിപ്പോ 2ാമത്തെ സിനിമ ചെയ്തിട്ടുണ്ട് ഗൈസ്. ഇത് നമ്മളൊരു 90s ജെൻസി അല്ലേ? ഈ 2ാമത്തെ സിനിമ 3ാമത്തെ സിനിമ അല്ല, ഞാൻ പറഞ്ഞു തന്നത് ഞാൻ പഠിച്ചുകൊണ്ട് വരാണ്. എനിക്ക് അത് എനിക്ക് തോന്നുന്നു. പിന്നെ അയ്യോ എന്ത് നോയില പേര് പറഞ്ഞു. നോയില അയില ഓർക്ക് അയില നോയില നോയില അയില നൈല എന്താണ് അയില? നൈല ഉഷ അതേപോലെ നോയില. അപ്പൊ നോയില പിന്നെ ഇത് ജനറേഷന്റെ മാത്രം പ്രശ്നമല്ല. പല്ല് അടിക്കണം പല എക്സ്പ്രഷൻ എനിക്ക് പല ഭാവങ്ങളും വരും. ഞാൻ എന്നെ ഡയറക്ടേഴ്സ് ഒക്കെ ഉണ്ട്. ഞങ്ങളുടെ ചാനൽ എത്ര പേര് കാണും ഞങ്ങൾക്ക് എന്നെ പിടിയില്ല. ഗുഡ്. നോയിലൊക്കെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം ജനറേഷനെ കാട്ടി ഉപരി പുറത്തുണ്ടായതിന്റെ ഒരു കുഴപ്പമില്ല. ഈ മേ ബി ഈ ജനറേഷനിലായിരുന്നെങ്കിൽ കൂടി കംപ്ലീറ്റ്ലി കേരളത്തിലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ ഡയലോഗ്സ് ഒക്കെ കുറച്ചെങ്കിലും റിലേറ്റ് ചെയ്യാൻ പറ്റിയേനെ. ഇപ്പൊ do you know the dialogue दोस्ती में no sorry no thank you? हाँ. You know? Yeah. You know? कुछ होता है. No. दोस्ती में no sorry no thank you. 1 second. No. It's Salman Khan from मैंने प्यार क्यों किया. അതൊന്നും അത്രയൊക്കെ അല്ല അതൊക്കെ അറിയാൻ പറ്റും. പിന്നെ എനിക്ക് കുറച്ചൊക്കെ ഉള്ളു. ദിൽവാലെ ദുൽഹനിയ ലേ ജായേഗെ. പിന്നെ മറ്റേ അതിന്റെ അർത്ഥം എന്താ? അതിന്റെ അർത്ഥം എന്താ? ദുൽഹനിയ ലേ ജായേഗെ. ദിൽവാലെ ദുൽവാനിയ ദുൽഹനിയ ലേ ജായേഗെ. എന്താ അർത്ഥം? മലയാളത്തിൽ പറഞ്ഞു കൊടുക്ക്. പറഞ്ഞതാ ദിൽവാലെ ഹൃദയമുള്ളവര്. ഓക്കെ. ദുൽഹനിയ ഞാൻ നിന്നെ പ്രേമിക്കുന്നു. അതല്ല അത് മലയാളം അല്ല. പക്ഷെ പറഞ്ഞു മലയാളത്തില്. മലയാളത്തിൽ എന്താ പറഞ്ഞു? ഹൃദയം. ഹൃദയമുള്ളവർ. ഞാൻ എന്റെ മനവാട്ടിനെ കൊണ്ടുപോകും. അവര് പരസ്പരം താലം കൈമാറുമ്പോ അവരെങ്ങാനും കണ്ടിരുന്നെങ്കിൽ അടലോ കേട്ടിട്ടുണ്ടോ? നമുക്ക് അങ്ങനെയാണ് മലയാള സിനിമയുടെ ടോപ്പിക്ക് വിടാം. ഒന്നും വെക്കാൻ പോകുന്നില്ല. അത് ജെൻസി ആയിട്ടുള്ളതിന്റെ കുഴപ്പം മാത്രമല്ല. ABCD പോലെ. അപ്പൊ സിനിമ ഒരു ടോപ്പിക്കായിട്ട് നമുക്ക് ഇതാക്കാൻ പറ്റിയില്ല. സിനിമാക്കാരിയാണ്, സിനിമ നടിയാണ്. അതുകൊണ്ടാണ് നമ്മൾ സിനിമയിലോട്ട് പിടിച്ചു പോകുന്നത്. അപ്പൊ പറ, ഞങ്ങളോട് എന്തെങ്കിലും ചോദിക്കാണ്ടോ? ഫ്രം ജെൻസി ടു 90s പെർസ്പെക്റ്റീവ്, 90s കിഡ് പെർസ്പെക്റ്റീവ്. വാട്ട് ട്രിപ്പ്? പിന്നെന്താ ട്രിപ്പാണ്? ട്രിപ്പ് ഈ ട്രിപ്പ് ഇടുന്നല്ലേ ഹോസ്പിറ്റൽ? പിന്നെന്താ ട്രിപ്പല്ലേ? അപ്പൊ ശരിക്കുള്ള ട്രിപ്പ് എന്താ? ശരിക്കുള്ള ട്രിപ്പ് അതാണ്. ശരിക്കുള്ള ട്രിപ്പ് ഈ തുള്ളി തുള്ളിയായിട്ട് സാധനമാണ്. പക്ഷേ ശരിക്കുള്ള ട്രിപ്പ് അല്ല ചോദിക്കുന്നത്. ജെൻസിയുടെ ട്രിപ്പ്. ജെൻസിയില് വേറെ ട്രിപ്പ്. അത് സാധനം ഒരു ക്ലൂ തരൂ. ഞങ്ങളുടെ ഭാഷ അത് വേറെ ഉണ്ടാവുമല്ലോ അല്ലേ? പക്ഷെ അതെ നിങ്ങൾക്കും അറിയില്ല. നിങ്ങളൊക്കെ യങ് അല്ലേ? യങ്ങാണ്. അതെ അതെ മനസ്സിൽ യങ്ങാണ്.
സോ ഡ്രിപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഔട്ട്ഫിറ്റിനാണ് ഡ്രിപ്പ് എന്ന് ഓ റിയലി Yeah. അങ്ങനെയൊക്കെ പറയോ സീരിയസ്ലി? അപ്പൊ ശരിക്കുള്ള ഔട്ട്ഫിറ്റ് എന്താ പറയാ? എന്ത് ചമ്മണി ഔട്ട്ഫിറ്റ് ഇസ് ഡ്രിപ്പ്. ഔട്ട്ഫിറ്റ് ഇസ് കോൾഡ് ഡ്രിപ്പ്. അത് ശരിക്കുള്ള ജെൻസിക്കാരോട് ചോദിച്ചാ പറയാം ഇത്. അരെ സച്ചി മേ Gen Z nice drip bro. Really? Yeah. Not yours but like general. Oh, it's actually not nice. It's okay. Thanks for insulting. It's okay. It's okay. Gen Z. അപ്പൊ അത് You're not പറഞ്ഞപ്പോഴത്തേക്ക് ഡ്രിപ്പ് You're not slaying. സ്ലെയിങ്. Slay. നമ്മുടെ ഇംഗ്ലീഷിലുള്ള പരിജ്ഞാനം കുറവാണ് പറയാത്തത്. What is അല്ല, that? അല്ല, Slay. it's സ്ലെയിങ് പണ്ട് പോലെ യൂസ് ചെയ്യുന്നുണ്ട്. ആണോ എന്താ slay? സ്ലെയിങ് എന്താ? SLAY? ing slay. അതായത് ആ ഒരു ഐ മീൻ ഞാൻ മിണ്ടുന്നില്ല. ഇനി എന്റെ ഔട്ട്ഫിറ്റ് പോരാന്ന് പറഞ്ഞാലോ വേറെ എന്തെങ്കിലും ആണെന്ന് എനിക്കറിയില്ല. അതായത് ക്യാരി ചെയ്യുന്ന ആ രീതി അതാണോ? Yeah, അത് swag like അല്ലേ? slay. Yeah, swag slay. Like അത് slaying രണ്ട് same ആണോ? means like looking really good, like you slaying or like you're doing a really good job. ഓ That's slaying. ആ ഒരു ത്വര ഇല്ലാന്നോ അതിന്റെ അർത്ഥം? ത്വര. ഓ ചിട്ടി മോനെ വരണം. പറ. ത്വര. ആ ത്വര. ഒരു ഇതില്ല. ഏത് ഇതെന്താണത്? ഒരു പവർ ഇല്ല അതാണോ? ഓൾ ക്ലോസ് ഇനഫ് അല്ലേ? കുഴപ്പമില്ല. Yeah. അത് തന്നെ. ഇതില്ല. ക്ഷീരത ശൂരത is it a I don't know. തമിഴ് വേർഡാ? No, not Tamil. ശൂരതയോ? ശൂരതയുള്ള പട്ടി. എന്തുള്ള പട്ടി? പട്ടി സ്ഫുടതാനേ. സ്ഫുടത ഇത് fluency. ശൂരത. ശൂരതയുള്ള പട്ടി. അങ്ങനൊരു വാക്കില്ല എന്റെ അറിവിൽ മലയാളം. ശൗര്യമാണോ ഉദ്ദേശിച്ചത്? അല്ല നെയ് ശൂരത മേ ബി ഇറ്റ്സ് ഞാൻ പറയണില്ല. അല്ല ഇംഗ്ലീഷ് എന്താ പറയാ? ഫെറോഷ്യസ് ഡോഗ് അങ്ങനെ ഉദ്ദേശിച്ചത്. ഫെറോഷ്യസ്നെസ് അത് പോവും. അല്ല ഡ്രിപ്പിന്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഐ മീൻ ഇപ്പോഴത്തെ ഉള്ള ഡ്രസ് ക്ഷീണിച്ചു അതൊക്കെ എനിക്കറിയാം. ഡ്രിപ്പ് നമുക്കൊന്ന് ഡ്രിപ്പ് ആ ഡ്രിപ്പ് പറഞ്ഞപ്പോഴാണല്ലോ അത് നമ്മുടെ ഇപ്പോഴത്തെ സ്റ്റൈലും ഐ മീൻ ഗുഡ് പോയിന്റ്. ഡ്രസ്സിന്റെ So ഞങ്ങൾ 90s you said like my dripping is not that up to mark. You have to like not It's okay, to it's okay. ഇതാൻ പറഞ്ഞു. It's okay. ആ ഒരു സിമ്പതിയിൽ പുറത്ത് വന്നു എനിക്ക് അതിന്റെ ആവശ്യമില്ല. എന്നിരുന്നാലും സോ ഞങ്ങൾ 90s ആൾക്കാരുടെ ഫാഷൻ സെൻസിനെ കൊണ്ടൊക്കെ what is your opinion? പണ്ടൊക്കെ നിങ്ങൾ കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. മറ്റേ ബെൽ ബോട്ടം പാന്റ് ഒക്കെ വെട്ടി ചെറുതാക്കി കുപ്പിയാക്കി. Exactly. എന്താണ് ബെൽ ബോട്ടം പാന്റ് എന്ന് അറിയോ? ഇപ്പൊ അതൊക്കെ വേറെ പേരിൽ പുതിയ ഇറങ്ങുന്നുണ്ട് ഇപ്പൊ. അതൊക്കെ ഇപ്പൊ അന്ന് സൂക്ഷിച്ചു വെച്ചിരുന്നെങ്കിൽ ഈ കുപ്പി എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലായോ? ആ കുപ്പിക്ക് എന്താ പറയാ? സ്കിന്നി എന്ത് കഷ്ടപ്പെട്ടിട്ടുണ്ടെന്നറിയോ? ഇപ്പൊ ഇത് ഇപ്പൊ വരും അറിഞ്ഞിരുന്നെങ്കിൽ അന്ന് അതൊക്കെ സൂക്ഷിച്ചു വെച്ചാൽ എനിക്ക് കുറച്ച് 90s നിങ്ങളുടെ സമയത്ത് റെഫറൻസസ് കാണിക്കും, ഞാനത് റേറ്റ് ചെയ്യാം. What are you? ഇതാണോ? What are you wearing right now? I am wearing very ഇത് ഇപ്പോഴത്തെ ടൈം ഞങ്ങളുടെ ടൈമിൽ ഒന്നും ഇല്ലേ? ഒരു ടോപ്പ് ഒരു ബ്ലേസർ. ഇത് എന്റെ ചിലപ്പോ എന്റെ ഫാദറിന്റെ ഒക്കെ അവരുടെ കോളേജ് ടൈമിലെ ഫോട്ടോ എടുത്ത് നോക്കി ഇതുപോലത്തെ കാണുമായിരിക്കും. ഡ്രിപ്പ് അല്ലേ? ഇതാണ് കമ്മിങ് ബാക്കിന്റെ അത്രയും ഫോട്ടോ സെൻസിന്റെ ആണ്. ഇത് അത്രയും പഴയ കാലഘട്ടത്തിന്റെ 90s ഫാഷൻ. 90s ഫാഷൻ. This is 90s ഫാഷൻ. പിന്നെ ഇത് ജെൻസി ആണ് ഇത്. ഫോട്ടോ എന്റെ പറഞ്ഞു പറഞ്ഞ് ഞാൻ തിരിച്ചു വരാന്ന് വിചാരിക്കും ആൾക്കാർ. അതുകൊണ്ട് കുഴപ്പമില്ല. ഗുഡ്. വെൽക്കം. എന്തിനെ കുറിച്ചാ സംസാരിക്കണ്ടേ? അല്ല മീൻ 90s സ്റ്റൈല് ഇപ്പൊ നിങ്ങൾ അത് കാണുമ്പോഴത്തേക്ക് എന്താ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്? ഭയങ്കര ഓക്കോർഡായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ ഞങ്ങളുടെയൊക്കെ ഡ്രസ്സിംഗ് സ്റ്റൈൽ കാണുമ്പോഴത്തേക്ക്? ഇല്ല, ഒരു നിയർ ജനറേഷനിൽ നമുക്ക് അങ്ങനെ തോന്നില്ലായിരിക്കും അല്ലേ? അതായത് ഇപ്പം ഒരു 10 years നിങ്ങൾക്ക് അങ്ങനെ തോന്നിട്ടുണ്ടാവില്ലായിരിക്കും അല്ലേ? What people chose to wear and all that. I think as a generation we are very open minded. We let people wear what they want. ഞങ്ങൾക്ക് അങ്ങനെ ഒന്നുമില്ല कि ये क्यों पहना है वो क्यों पहना है. അത് ഞങ്ങൾക്കില്ല. ഇല്ലേ? ഞങ്ങൾക്ക് അങ്ങനെയല്ല. കുറച്ച് ജഡ്ജ് ചെയ്യുമോ എന്ന് ചിന്തിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. യെസ്. പക്ഷേ ഇപ്പൊ മേ ബി നിങ്ങളെ പോലുള്ള ആൾക്കാരുടേതായിട്ടുള്ള ഒരു ഇന്ററാക്ഷൻ കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇൻഫർമേഷൻ ഞങ്ങളുടെ സ്റ്റിഗ്മാസ് വല്ലതും ബ്രേക്ക് ചെയ്യാനായിരിക്കും. ഇപ്പൊ അങ്ങനെയൊന്നും ടെക്നിക്കലി ഓരോ സാഹചര്യം വരുമ്പോഴത്തേക്ക് ഇതൊക്കെ ബ്രേക്ക് ആയി പോകുന്നതാണ്. കൈൻഡ് ഓഫ് അല്ലേ? നമുക്ക് ഞങ്ങൾക്ക് കുറെ ഈ പറഞ്ഞ പോലെ ഒരു കുറച്ച് സ്റ്റിഗ്മ ബ്രേക്ക് ചെയ്യാനുള്ളതുണ്ടായിരുന്നു. ഐ തിങ്ക് ഫോർ എസ് 90s കിഡ്സിൽ ഞങ്ങൾ ജഡ്ജ് ചെയ്യുമോ എന്നുള്ള പേടിയൊക്കെ ഓബ്വിയസ്ലി ഉണ്ടായിരുന്നു. ഇപ്പോഴും ഉണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. എന്നാലും പലതൊക്കെ ബ്രേക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പല കാര്യങ്ങളും തുറന്നു വെക്കാൻ ആൾക്കാർക്ക് ഷെയർ ചെയ്യാൻ ഇതാക്കാനൊക്കെ പല ഇതും മാറി. അത് അതായത് ഒരു പക്ഷേ ഈ പറഞ്ഞ പണ്ടൊക്കെ ഡിസ്കസ് ചെയ്യാൻ മടിച്ചിരുന്ന കാര്യങ്ങളൊക്കെ ഇപ്പം
വെൻ ഇറ്റ് കംസ് ടു അതിന്റെ ഏറ്റവും മേജർ പാർട്ട് തന്നെ സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു പാർട്ട് തന്നെ. അതിൽ തന്നെ ഭയങ്കര ഒരു വ്യത്യാസമുണ്ട്. ഇപ്പോഴും അക്കാഡമിക്സിലൊന്നും അത് വന്നിട്ടില്ല. എന്നാലും അതിൽ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാം. ഞാനും എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ടും കൂടെ ലൈക്ക് ട്രാവലിംഗ് പനമ്പള്ളിനകൽ ഒരു ആവശ്യത്തിനുണ്ട് ഇതാക്കുന്നത്. അപ്പോൾ ഷി വാസ് ലൈക്ക് ലിറ്റിൽ അപ്സെറ്റ്. സോ ആസ്ഡ് വാട്ട് ഹാപ്പൻഡ്. അപ്പോൾ എന്നോട് പറഞ്ഞു എനിക്ക് പീരീഡ്സ് ആണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഒന്ന് വാഷ്റൂമിൽ പോകണം എന്ന് പറഞ്ഞു. ലൈക്ക് ഓക്കെ ഫൈൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു ഞാനത് പാഡ് വല്ലതും മേടിച്ച് തരണോ എന്ന് ചോദിച്ചു. പറഞ്ഞു നോ ഐ ഹാവ് ഇറ്റ്സ് ഓക്കെ ഡോണ്ട് വറി നോ പ്രോബ്ലം. അത് കഴിഞ്ഞ് കുറച്ച് നേരം ഞങ്ങളെല്ലാം കഴിച്ചിട്ട് വൈകുന്നേരം ഞങ്ങളെല്ലാം ഡിന്നർ കഴിച്ചാൽ ഞങ്ങൾ മാത്രം എന്നോട് പുള്ളിക്കാരി പറഞ്ഞു നീ ഭയങ്കര അടിപൊളിയായിട്ടാന്ന് വെച്ചു. എന്ത് പറ്റി എന്ന് വെച്ചു. അല്ല നീ അങ്ങനെ ചോദിച്ചല്ലോ. എന്നിട്ട് എന്നോട് പറഞ്ഞു നിൻ്റെ പാരൻസ് നിന്നെ നന്നായിട്ടാണ് റേസ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ 2 സെക്കൻഡ് ഇങ്ങനെ ആലോചിച്ചിട്ട് പറഞ്ഞു അതെ എൻ്റെ പാരൻസിൻ്റെ ഗുണം കൊണ്ടല്ല ഞാനിതിങ്ങനെ പറഞ്ഞത്. കാരണം എൻ്റെ അടുത്തത് പറഞ്ഞു തന്നിട്ടില്ല. ഐ ഡിഡ്ന്റ് നോ. കാരണം അങ്ങനത്തെ ഒരു ടോപ്പിക് ഞങ്ങളുടെ വീട്ടിൽ മേ ബി സിസ്റ്റർ ഇല്ലാത്തതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇൻസിഡൻറ്റ് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. അത് ബ്ലെയിം ചെയ്യുന്നതല്ല, ബട്ട് ആ ജനറേഷൻ്റെ അതായിരിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞത് എൻ്റെ തന്നെ കഴിവുകൊണ്ട് ഞാൻ തന്നെ മനസ്സിലാക്കിയെടുത്തൊരു സാധനമാണെന്ന് പറയും. ബിക്കോസ് അതിനുള്ള സ്പെഷ്യൽ ട്രെയിനിങ്ങോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ പറയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട് പലപ്പോഴും ഞങ്ങളുടെ ഫാമിലിയിൽ. അപ്പോൾ ഞങ്ങൾ നിഷാൻ്റെ ഫാമിലി അങ്ങനെ ഉണ്ടാകും. ചിലപ്പോൾ ഇപ്പോഴും ചില കാര്യങ്ങൾക്കൊക്കെ പറയാം. ടെക്നിക്കലി എൻ്റെ ഫാമിലിയിൽ അങ്ങനെ ഒരു ചേഞ്ച് ഭയങ്കരമായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം മീൻ പണ്ടൊക്കെ ഇതെന്താണെന്ന് പോലും ഈ പീരീഡ്സ് എന്താണെന്ന് പോലും അറിയാത്തൊരു സാഹചര്യം, ഇതൊക്കെ ഒരു ബയോളജിക്കൽ സൈക്കിൾ ആണെന്ന് പോലും നമ്മൾ ചിന്തിക്കാത്തൊരു കാര്യമാണല്ലോ. അല്ലെങ്കിൽ സംസാരിക്കാൻ പാടില്ലാത്തത് എന്നുള്ളത് ആക്ച്വലി അത് പറഞ്ഞ് പഠിപ്പിക്കണമായിരുന്നു അവർക്ക് ആ സമയത്തുണ്ടാകുന്ന മൂഡ്സും കാര്യങ്ങളൊക്കെ. അത് ആ ജനറേഷനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. തിങ്സ് ഇവോൾവ്. നമ്മളും കുറെ ടൈം എടുത്താണ് ഇവോൾവ് ആയത്. നമ്മളും ചെറുപ്പമായിരുന്നപ്പോൾ ദർ ഇസ് എ ബിറ്റ് ഓഫ് റേസിസം, ബിറ്റ് ഓഫ് ഇതെല്ലാം നമ്മൾ ചെറുതായിരിക്കുമ്പോൾ നമുക്കെല്ലാം ഉണ്ടാവും. വി ഇവോൾവ് ആൻഡ് ചേഞ്ച്. അത് ഒന്നാമത്തെ കാര്യം ഇറ്റ് ഈസ് ലൈക്ക് ഇത് തെറ്റാണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ട്. ഇറ്റ്സ് ലൈക്ക് ബിക്കോസ് ഓഫ് ദി ഇന്റർനെറ്റ് ആൻഡ് തിങ്സ് ആർ ഹാപ്പനിങ് എവ്രിവെയർ. അപ്പോൾ അത് തെറ്റ് ശരി എന്നുള്ളത് മനസ്സിലാക്കാനുള്ള ഒരു സ്കോപ്പ് ഉണ്ട്. പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഒക്കെ അന്നത്തെ കാലത്തും അല്ലെങ്കിൽ ഇപ്പോഴും ആൾക്കാർ പറഞ്ഞത് അത് തെറ്റാണ് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഫീൽ എന്നുള്ള അറിവില്ലായ്മ കൊണ്ടാണ്. അത് അറിഞ്ഞു വരുമ്പോൾ വി റിഫ്രെയിൻ ഫ്രം സേയിങ് ഇറ്റ്. ഒരു 10 വർഷം മുന്നേ ഉള്ള പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് അല്ല ഇപ്പോൾ ഉള്ളത്. എക്സാക്ട്ലി. അത് ഇനി അടുത്ത 10 വർഷം കഴിയുമ്പോൾ അതും മാറും. ഇത് കുറച്ച് ഒബീസ് ആയിട്ട് ഒരാളെ കണ്ടാൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പദം ഉണ്ടായിരുന്നു, മലയാളം തടിയൻ എന്നൊക്കെ പറയുക നമ്മൾ പറയുമായിരുന്നു. അന്നത് പറയുമ്പോൾ എനിക്കതൊരു തെറ്റായിട്ട് അന്ന് ഫീൽ ചെയ്തിട്ടില്ല. പക്ഷെ പിന്നീട് നമ്മൾ പല കാര്യങ്ങൾ കണ്ടന്റൊക്കെ നമ്മൾ സീസായിട്ട് ഇവോൾവ് ചെയ്ത് വരുമ്പോൾ നമ്മളത് അറിഞ്ഞു വരുമ്പോൾ ആ കേൾക്കുന്ന വ്യക്തിക്ക് അതൊരു വിഷമാവും നമുക്ക് തിരിച്ചറിയുമ്പോൾ അപ്പോൾ നമുക്ക് അയ്യോ നമ്മൾ ആ പറഞ്ഞത് ശരി എന്നുള്ള തിരിച്ചറിയുമ്പോൾ ദെൻ വി റിഫർ. അപ്പം അങ്ങനത്തെ ലെവലുള്ള നിങ്ങൾക്കും അങ്ങനെ ഒരു ഇതുണ്ട്. ഇപ്പം ഞാൻ ചോദിക്കുന്നതൊന്നും ഞങ്ങളൊക്കെ സ്കൂളിങ്ങിൻ്റെ ടൈമിൽ ബിറ്റ് ഓഫ് ഒരു ഒരു കറുത്ത ആളെ കാണുമ്പോഴോ അല്ലെങ്കിൽ ഇച്ചിരി തടിയുള്ള ആളെ കാണുമ്പോഴത്തേക്ക് ആ ഒരു സംഭവം ഉണ്ടായിരുന്നു. അത് നിങ്ങളുടെ ജനറേഷനിലും ഉണ്ടോ? ഉണ്ട്. ഞങ്ങളുടെ അതിലും ഉണ്ടായിരുന്നു ഈ പറഞ്ഞ പോലെ when you would call fat people fat. We also did it back in school. അപ്പൊ എനിക്ക് തോന്നുന്നു എല്ലാ സാഹചര്യത്തിലും അത് ഉണ്ടാവുമായിരിക്കും. But now we teach. I think I teach. I don't have to teach anybody. But then ഇപ്പോ ഞാൻ കാണുന്നത് is that from a very young age കുട്ടികളോട് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് ഇങ്ങനെ പറയാൻ പാടില്ല, അല്ലെങ്കിൽ യു ഷുഡ് നോട്ട് ബി ഇൻസെൻസിറ്റീവ്, കളിയാക്കാൻ പാടില്ല. അങ്ങനെയൊക്കെ ഇപ്പൊ ബോംബെയിലും ഇവിടെയും ഓൾസോ അല്ല കളിയാക്കാൻ പാടില്ല എന്നുള്ളത് എനിക്ക് അതുകൊണ്ടോ അങ്ങനെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുമെന്ന്. ഇറ്റ്സ് ബിക്കോസ് ബേബി കുറച്ച് വാക്കുകൾ അല്ലെങ്കിൽ പറയുന്ന രീതി ഇപ്പൊ പണ്ട് മറ്റേ അറിയാലോട്ട് സേ ദാറ്റ് ഈ നീഗ്രോ എന്നുള്ള വാക്കൊക്കെ വി നെവർ ന്യൂ നമ്മളങ്ങനെ പറയരുത് എന്നുള്ളത് വി നെവർ ന്യൂ. അപ്പോൾ എൻ്റെ കോളേജിൽ പഠിക്കുമ്പോൾ ആസാം 7 സ്റ്റേറ്റ്സിലോ അങ്ങനെ കുറേ ഫ്രണ്ട്സൊക്കെ ഉണ്ട്. അപ്പം അന്ന് ഈ ആസാമിലുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ നമ്മളിങ്ങനെ പറയുമ്പോൾ ഇപ്പം പറയുകയാണെങ്കിൽ ഞാൻ അല്ലെങ്കിൽ ഞാൻ പക്ക റേസിസ് കമൻ്റാണ് പറഞ്ഞത്. ഒരു ചൈനീസ് ഫേസുകളുണ്ട് ചിങ്കി ചിങ്കി നമ്മൾ അങ്ങനത്തെ ഉള്ള ആൾക്കാർ നമ്മൾ വിളിക്കും. ഞങ്ങൾക്കത് അറിയില്ലായിരുന്നു. അപ്പം അതായത് ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ എൻ്റെ ക്ലോസ് ഫ്രണ്ട് ഒരു ആസാം ഗായുണ്ട്. ഞാൻ അവനെ ചിങ്കി എന്ന് വിളിക്കുമ്പോൾ അവന് എന്നോട് പക്ഷെ വേറെ ആരും വിളിച്ചാൽ അവൻ പറപ്പിക്കും. അപ്പോൾ ഞാൻ ചോദിച്ചു നീ എന്താ അത് ആക്ച്വലി റേസിസ് കമൻ്റാണ്, നിന്നെ പാകിസ്ഥാനിൽ നിന്ന് വിളിച്ചാൽ നിനക്ക് ഇഷ്ടപ്പെടുമെന്ന് ചോദിച്ചു. അങ്ങനെ പറയുമ്പോഴേ ആ ബോധം പോലും എനിക്ക് വന്നിട്ടുള്ളൂ ശരിയാണല്ലോ. അതേപോലെ ഈ ട്രാൻസ്ജെൻഡേഴ്സിന് ശിഖണ്ഡി അങ്ങനത്തെ ഒരു രീതി ഉണ്ടല്ലോ, അതിപ്പോഴും അറിയാത്തതുകൊണ്ടാണ് പലരും. അറിഞ്ഞു കഴിഞ്ഞാൽ ഐ തിങ്ക് അതായത് അറിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പറയുന്നത് ശരിയല്ല
എന്തുകൊണ്ട് ശരിയല്ല എന്നുള്ളത് അറിഞ്ഞു കഴിഞ്ഞാൽ ഐ തിങ്ക് പീപ്പിൾ വിൽ കറക്റ്റ് ദംസെൽഫ് ലൈക്ക് ഐ കറക്റ്റഡ് മൈസെൽഫ്. ഈ പറഞ്ഞ പോലെ ആ ചിങ്കി എന്നുള്ള വാക്ക് യൂസ് ചെയ്യുന്നത് അത് എത്ര മോശമാണ് അല്ലെങ്കിൽ അവർക്ക് എത്ര ഫീൽ ചെയ്യുന്നുള്ളത് എനിക്കന്നൊരു ബോധം എനിക്കറിയില്ല. എന്നെ സംബന്ധിച്ചുള്ള ചെറിയൊരു വാക്ക്. അതിനിപ്പോൾ എന്താ തെറ്റ്? ഒരാൾ എഫേർട്ട് എടുത്ത് പറഞ്ഞു തന്നപ്പോൾ അങ്ങനെ പറയരുതെന്ന് പറഞ്ഞപ്പോൾ എന്തുകൊണ്ട് പറയാൻ പാടില്ലെന്ന് പറഞ്ഞപ്പോൾ ഒരു എക്സാമ്പിൾ വെച്ച് കൂട്ടി ചെയ്തപ്പോൾ എനിക്കത് കത്തി. വേറൊരു കാര്യം എനിക്ക് ചോദിക്കാം, അതായത് ഇപ്പം നമുക്കൊക്കെ നൊസ്റ്റാൾജിയ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ പഴയ പാട്ടുകൾ ഇങ്ങനെ കേൾക്കുക, നമ്മൾ അവിടെ വീടിൻ്റെ സൈഡിൽ അങ്ങനെ കളിക്കാൻ പോവുക, പാടത്തും പറമ്പത്തും ഒക്കെ കളിക്കാൻ പോവുക, അങ്ങനെയൊക്കെ ഒരു ഇതാണ് നൊസ്റ്റാൾജി എന്ന് പറയുന്നൊരു സംഭവം ഉള്ളത്. പഴയ പാട്ടുകൾ കേൾക്കുന്നത്, പണ്ട് കൂട്ടം കൂടി നമുക്ക് വീടുകളിൽ മറ്റേ TV ഉണ്ടാതിരുന്ന കാലമാണ്. എല്ലാ വീടുകളിലും ഒരു വീട്ടിലായിരിക്കും TV, അതപ്പം അവിടെ പോയിരുന്ന് കാണുക. അത്ര പഴയതൊക്കെ നമ്മളെത്തണ്ട, 90s നമുക്ക് അത്ര പഴയത് പോകും. അല്ല ഉണ്ട്, അങ്ങനെയുള്ള സാഹചര്യങ്ങളുള്ള ഉണ്ട്. ആ തുടക്ക കാലഘട്ടത്തിൽ, അതായത് നമ്മളൊക്കെ ഒരു 10 വയസ്സൊക്കെ ആകുന്നതിന് മുന്നേ എല്ലാ എൻ്റെ വീട്ടിലൊക്കെ TV ആയി വരുന്നുള്ളൂ ആ സമയത്തൊക്കെ. അപ്പോൾ അതിലും ജനറൽ ആയിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ പിന്നെ ആവറേജ് ലെവലിൽ ജീവിക്കുന്ന ആൾക്കാർക്ക് TV ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ പോയി കൂട്ടം കൂടിയിരുന്ന് കാണുന്നത്, ഞായറാഴ്ച ഒരു സിനിമ കാണുന്നത്, ഇതൊക്കെ നമ്മുടെ സംസാരിക്കുന്നത് ഇതൊക്കെ അപ്പം നിങ്ങളുടെ നൊസ്റ്റാൾജിയ എന്ന് പറയുമ്പോഴത്തേക്ക് എന്തൊക്കെയായിരിക്കും ഇപ്പം ഒരു ചെറുപ്പം ആലോചിക്കുമ്പോഴത്തേക്ക്? എനിക്ക് എന്ന് വെച്ചാൽ സ്കൂളിൽ നിന്ന് വരും, പിന്നെ ഞങ്ങൾക്ക് ഹിന്ദിയിലൊരു ഇതുണ്ട്, ഷോ ഉണ്ട് സോണി TV-യിൽ വരുന്നത്, CID. അതിരുന്ന് കാണാം കുറച്ചു നേരം. അത് കഴിഞ്ഞിട്ട് ഞാനൊരു ബിൽഡിങ്ങിലാണ് താമസിച്ചത്, ഒരു അപ്പാർട്ട്മെന്റ് ബിൽഡിങ്ങിലാണ്, ടെറസിന്റെ മുകളിൽ എല്ലാരും കൂടി. കാർട്ടൂൺ നെറ്റ്വർക്ക് കാണുമായിരുന്നു. കാർട്ടൂൺ നെറ്റ്വർക്ക് ഇപ്പൊ ഉണ്ടോ? ഇപ്പൊ ഇല്ലാന്ന് തോന്നുന്നു. അല്ല, ക്ലോസ് ചെയ്തു. കാർട്ടൂൺ നെറ്റ്വർക്ക് ക്ലോസ് ചെയ്യുന്നതാണ്. സോ പോഗോ ഉണ്ടായിരുന്നു ഞങ്ങൾക്കൊക്കെ, ഓസ്വേൾഡ്, നോഡി, ഇതൊക്കെയായിരുന്നു. പോഗോ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ കണ്ടിട്ടുണ്ട്. അല്ല, പോഗോ കണ്ടിട്ടില്ല എന്ന് വെച്ചാൽ പോഗോ ചാനലുള്ളത് അറിയാം, പക്ഷെ കാർട്ടൂൺ നെറ്റ്വർക്ക് കണ്ട പോലെ, അതായത് സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ കാർട്ടൂൺ നെറ്റ്വർക്കിൽ കാണുന്ന പോലെ TV ഞങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടില്ല. TV അറിയോ എന്താ? അപ്പൊ എന്താ പറയാ, ഇതൊക്കെ. പിന്നെ വേറൊരു കാര്യം കൊണ്ടുണ്ട്, ഞങ്ങക്ക് ബാലരമ വെള്ളിയാഴ്ച എല്ലാ വെള്ളിയാഴ്ചയിലും കാത്തിരുന്നൊരു കളിക്കൊടുക്ക ബാലരമ. കളിക്കൊടുക്ക ഞങ്ങൾ പ്രൊമോഷൻ കിട്ടുന്ന ബാലരമയിലേക്ക് അങ്ങനത്തെ കുറച്ച് കാലമൊക്കെ ഉണ്ടായിരുന്നു. ഈ കാർട്ടൂൺ നെറ്റ്വർക്കിൽ എന്തൊക്കെ കാർട്ടൂൺസ് കാണുന്നുണ്ട്? ടോം ആൻഡ് ജെറി, പിന്നെ മറ്റേ സ്വാറ്റ് കാറ്റ്സ്, പോപ്പോയ്. പിന്നെ എന്തൊക്കെയാണ് സ്വാറ്റ് കാറ്റ്സ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കൂടുതൽ പോഗോ പേഴ്സൺ ആയിരുന്നു. പിന്നെ ടെലിടബീസ്. ഡോറമോനോ? ഡോറിമോനൊക്കെ അത് നോർത്ത് ഇന്ത്യയിൽ മാത്രം ഉണ്ടായിരുന്നുള്ളൂ തോന്നുന്നു, സൗത്ത് ഇന്ത്യയിൽ വീഡിയോ ഗെയിംസ് കളിക്കുമായിരുന്നു. കോൺട്ര, സൂപ്പർ മാരിയോ, പിന്നെ അതെന്തായിരുന്നു, റോഡ് റാഷ് ഗെയിമാ അത് നമ്മള് സൂപ്പർ മാരിയോ ആക്കാം. അപ്പോൾ അത് ചിലപ്പോൾ ബ്രദറിൻ്റെ ഉള്ളതുകൊണ്ട് വന്നതാണോ? അതാണ്, അല്ലാതെ ജെൻസി മറ്റേ കാസറ്റ് ഇട്ട് കളിച്ചിട്ടൊന്നുമില്ലല്ലോ. മറ്റേ മറ്റേ ഡക്ക് ഹണ്ട് ഒരു ഞാൻ കാസറ്റ് പോലെ ഇരിക്കുന്നുണ്ട്. അല്ല, നമ്മളത് ഉള്ളപ്പോൾ കാസറ്റ് അത് പൊളിയുന്നൊരു സമയം വരില്ല, അത് പൊളിഞ്ഞിട്ട് അതിന്റെ പീസ് മാത്രമായിട്ട് ഇങ്ങനെ കുത്തി അതിങ്ങനെ തുടച്ച് അതൊക്കെ അറിയാം, എക്സ്പീരിയൻസ് അറിയോ? MTV ജനറേഷനാണ് ഞങ്ങള്. റോഡി സ്പ്ലിറ്റ്സ്വില്ല. അല്ലല്ല, റോഡി സ്പ്ലിറ്റ്സ്വില്ല ഞങ്ങൾ വലുതായതിനു ശേഷം കോളേജിലാണ് പഠിക്കുമ്പോഴാണ്. എന്താ പറയാ, ഫൽഗുണി പത്തക്, പോപ്പ് മ്യൂസിക് ഒക്കെ വന്ന സമയത്തുള്ള മറ്റേ ബാക്ക് സ്ട്രീറ്റ് ബോയ്സിന്റെ പാട്ടൊക്കെ ഉള്ള സമയത്ത്. പിന്നെന്തൊക്കെ ഉണ്ടായിരുന്നത്? ഞാൻ പറയാൻ വേണ്ടി വരുമായിരുന്നു. ഞങ്ങളുടെ എന്താ സംശയം? കണ്ടിട്ടുണ്ടാവും, ചെറുതായിട്ട് ചമ്മന്നുണ്ടല്ലേ? ആ ചമ്മലാണ് ഞങ്ങൾ 90s കിഡ്സിന്റെ ഒരു ഇത്. നിങ്ങൾ ഈ വേർഡ്സ് ലൈക്ക് देखो ये क्या हो रहा है, do you say words like romance? ഫാഷൻ ടീന്ന് കേൾക്കുമ്പോ എന്നാൽ ഇപ്പോഴും നാണം വരും, സ്വാഭാവികം. എത്ര കട്ട് കണ്ടിട്ടുണ്ടെന്ന് അറിയാം ഞങ്ങളതൊക്കെ. ഞങ്ങൾക്ക് അല്ലാതെ കാണാൻ പറ്റില്ലല്ലോ. വേർഡ്സ് ലൈക്ക് റൊമാൻസ് അതൊക്കെ പറയാറുണ്ടോ വീട്ടിലോ? റൊമാൻസ് ഇല്ല, മുട്ടിന്റെ താഴെ കാല് കാണില്ല. അതൊക്കെ പറഞ്ഞാൽ ആ സമയത്ത് ഇപ്പൊ പറയാൻ പറ്റുമായിരിക്കും, ഇപ്പൊ പറയാൻ പറ്റും. റൊമാൻസ് ജസ്റ്റ് നമുക്കൊരു റൊമാൻറ്റിക് പടം കാണാൻ പോയാലോ, അത് പറയാൻ പറ്റില്ല. ഒരു പടം കാണാൻ പോയാലോ എന്നേ പറയാറുള്ളൂ. അതിൽ റൊമാൻസ് ഉണ്ടായാലോ കാണില്ലേ?
പക്ഷെ ടൈറ്റാനിക്കിലെ ആ സീനൊക്കെ വരുമ്പോഴത്തേക്കും പിന്നെ പയ്യെ നമ്മളൊക്കെ ഇങ്ങനെ പയ്യെ പോകേണ്ട സ്ഥലത്ത് പോകും, അല്ലെങ്കിൽ അവര് പാരന്റ്സ് പോലും മാറിത്തരും. അങ്ങനെ ഇങ്ങനെ മറ്റേ ഈ സാധനമൊക്കെ വരും. അമ്മമാരുടെ ഡയലോഗ് പറയത്തില്ലേ, ഞാൻ വരുമ്പോ മാത്രം നീ ചാനൽ മാറ്റുന്നത്, സാറൊക്കെ കേൾക്കാറുണ്ട്. ഞങ്ങൾക്ക് എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ട്. എനിക്കിത് സിനിമയാണെന്നൊക്കെ, അത് ആ ഒരു ജനറേഷന്റെ വ്യത്യാസം. ഇപ്പൊ അങ്ങനൊന്നും കുഴപ്പമില്ലല്ലോ, ഒരുമിച്ചിരുന്ന് ഇത് ജെൻസിയിലെ നാരായണമ്മയാണ്. നല്ല പ്രായമുള്ള ആറ്റിറ്റ്യൂഡാണ്. അവിടെ ക്യാമറ ഇല്ല, ഡു യു തിങ്ക് അങ്ങോട്ട് വെക്കാൻ ഇങ്ങോട്ട് വെച്ചിട്ടേ കാര്യമുള്ളൂ. എനിക്ക് സപ്പോർട്ടിനുള്ള ആരെങ്കിലും വേണ്ടേ, അത് കാരണം. അതിന് ആ ഇരിക്കുന്ന ആൾ ജെൻസി ആണെന്ന് ആര് പറഞ്ഞു? നല്ല പ്രായമുണ്ട് ഞങ്ങളെ പോലെ. അല്ല, ഈ ജെൻസി ആയിട്ടുള്ള ഐ മീൻ ആ പിള്ളേരുമായിട്ടും എന്താ പറയുക സംസാരിക്കാറൊക്കെ ഉണ്ടല്ലോ, അവർക്കും ഈ പറയുന്ന പോലെ ടൈറ്റാനിക്കും ഇത് അങ്ങനത്തെ സിനിമകളൊന്നും വീട്ടുകാരായിട്ട് ഇരുന്ന് കാണാൻ പറ്റൂലേ? അല്ല, ജെൻസി അല്ലാത്ത നമ്മൾ ഗോവൊക്കെ ഇല്ലേ, ഗോവൊക്കെ ഇങ്ങനത്തെ സിനിമയൊക്കെ വീട്ടുകാരായിട്ട് ഇരുന്ന് കണ്ടിട്ടുണ്ട്. അത് പിന്നെ അന്ന് കുറ്റം പറയാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഓരോ കൈൻഡ് ഓഫ് ആൾക്കാരുടെ പെർസെപ്ഷൻ ആണെന്ന്. ഇപ്പോഴും നോയിലേക്ക് അത് കാണാൻ പറ്റില്ല എന്ന് പറയുമ്പോഴത്തേക്കും ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, ഞാൻ ജെൻസിയിലെ നാരായണമ്മ ആയതുകൊണ്ട് അതിൽ ഇത്രയും പ്രായമുള്ള ആ ജെൻസിക്കാരെ ഞാൻ കണ്ടിട്ടില്ല. നമ്മൾ കണ്ടുള്ള ജെൻസിയൊക്കെ കുറച്ചുകൂടെ നല്ല, ഐ തിങ്ക് നമ്മൾ വിളിച്ച ആളിച്ചിരി നമുക്ക് സജസ്റ്റ് ചെയ്ത ആൾക്ക് ഇരിക്കും പിടങ്ങി പോലെ ടോളറൻസ് ലെവൽ കുറവാണ് ജെൻസി ആട്രിബ്യൂട്ട് അല്ലേ? എനിക്ക് ഒരു മിക്സ് ഓഫ് മില്ലേനിയൽ ആൻഡ് ജെൻസി ആണല്ലേ? അതെ അതെ. സോ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടായിട്ട് ഇന്നലെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. we were talking about work and അങ്ങനെയൊക്കെ. And she was like so one person who was older than ഞങ്ങൾ you can do it. ഞങ്ങളുടെ കാട്ടും കൂടുതൽ പ്രായമുള്ള ഒരാള് വാസ് ലൈക്ക്, ഓഫ് ഈ ബോസ് എൻ്റെ ദിമാഗ് ഖറാബ് കർത്ത, എത്ര എന്നെ ഭയങ്കരമായിട്ട് പ്രഷർ തരുന്നു, ഇത് തരുന്നു. We were like, why are you taking so much stress? സ്ട്രെസ് അല്ല, ജസ്റ്റ് the tolerance. ഈ പറഞ്ഞ എന്താ പറയാ, the thing that you are talking about, tolerance ഞങ്ങൾക്ക് കുറച്ച് കുറവാണ്. ഞങ്ങളങ്ങനെ ടോളറേറ്റ് ചെയ്യാത്ത ആൾക്കാരാണ്. അല്ല, അത് എനിക്ക് 21 വയസ്സിലും ഇത്ര ടോളറൻസ് ഒന്നും ഇല്ലായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ടോളറൻസ്. Obviously yes. കാരണം എന്റെ 21 വയസ്സിലൊക്കെ 21 വയസ്സെന്നല്ലേ പറഞ്ഞേ? 22. 5 years back. 5 years back നമുക്ക് അത്ര അപ്പൊ എനിക്ക് I am sitting with a bunch of liars, frauds, unverified people. I don't know. ആധാർ കാർഡ് ഉണ്ട്, രേഖ അറിയില്ല, മനസ്സിലായില്ല. കിളിവായിരിക്കുന്നൊക്കെ എന്താ മോളെ സ്കൂട്ടറില് മലയാള സിനിമ നടിയാണ്. സിനിമാ നടിയാണ്, മലയാള സിനിമയിലെ നടിയാണ്. എന്നാൽ മലയാള സിനിമയിലെ ഡയലോഗ് അറിയില്ല, മലയാള സിനിമയിലെ നടന്മാരറിയത്തില്ല. മോഹൻലാലിന്റെ മോഹൻ ഇങ്ങനെ കാണിച്ചത് ലാലേട്ടൻ അറിയാത്ത ആളോ? You said you don't know Mohan. I was like, what? I thought you were saying what is after that? Prime Minister. അത് ഞാൻ പറഞ്ഞു തന്നല്ലോ, അങ്ങനെ പ്രൈം മിനിസ്റ്റർ മോഹൻലാലാണെന്നല്ല പറഞ്ഞത്, അത് ക്രൂരെന്നാണെന്ന്. അലീഷ, take me away. मजा आ रहा है? नहीं, बिल्कुल भी नहीं. रेडी आई पे नाटकिल्ले. अच्छा, payback time ഉണ്ടാവും. Waiting for it. I am waiting. ഇന്നല്ലെങ്കിൽ നാളെ. നാളെ കുഴപ്പമില്ല, ക്യാമറ സ്റ്റാറായിട്ടൊക്കെ വന്ന് ഇനി അടുത്ത പോഡ്കാസ്റ്റിൽ ഇരിക്കുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഞാൻ വരും കൂടി ഇല്ല. ഓ മൈ ഗോഡ്, ഇതൊക്കെ ഇട്ട് നമ്മുടെ എഡിറ്ററോടെ ഇരിപ്പുണ്ട് പുള്ളി, ഇതൊക്കെ എടുത്തിട്ട് എഡിറ്റർ പ്ലീസ് കട്ട്. ആൾക്കാർ തന്നെ digital detox. Yeah, you were asking about some questions. Drip അറിയാവോ? നിങ്ങൾക്ക് ഫോം അടിക്കാറുണ്ടോ? Yeah, fear of missing out. അതത്ര പുതിയതൊന്നും അല്ല, അത്ര പുതിയതൊന്നുമല്ല. കണ്ടുപിടിച്ചോണ്ട് വന്നതാണ്. കണ്ടുപിടിച്ചൊന്നുമല്ല, അത് ഞാൻ പറഞ്ഞില്ലേ, ഇത് ജെൻസിയിലെ നാരായണിയമ്മ. നല്ല പ്രായമുണ്ട്, അല്ലാതെ വേറെ ഒന്നുമല്ല. ഫോമൊക്കെ എടുത്ത് ഞങ്ങൾ തരുന്നത്, ഫോമൊക്കെ ഞങ്ങളുടെ ജനറേഷനൊക്കെ എല്ലാവർക്കും അറിയാം. പോരട്ടെ. നിന്നോടാ ഗോസ്റ്റിംഗ്? യെസ്, ഓഫ് ഗോസ്റ്റിംഗ്. He talks to a lot of people on Instagram. I talk to who? What? A lot of people on Instagram. He talks to a lot of people on Instagram, so he knows all of this. So I think a lot of people on Instagram. I am not saying, someone is saying. No, I don't talk. I എന്റെ റീല് കാണുന്നോണ്ടായിരിക്കില്ല അത് പറഞ്ഞത്, അല്ല ഞാൻ സംസാരിക്കാനാണ്. Do you have Riz?
ഹലോ റിസൊക്കെ ഇപ്പൊ ഞങ്ങളും വായിച്ചിട്ടുണ്ട്. So see, there is no difference between you and me. That's അല്ല അത് വരും ഇനിയിപ്പോ പിന്നെ ഞാൻ കഴിക്കുമ്പോഴത്തേക്കും പഠിച്ചില്ലേ ഞാൻ ചമ്മൂല. പ്രത്യാഘാതകം. പിന്നെ പ്രത്യേകത Fun conversation. വേറൊരു കാര്യം ചോദിക്കാനുണ്ട്. എനിക്ക് പേടിയാണ് guys. അങ്ങനല്ല, ജെൻസിയുടെ ധൈര്യം ചോർന്നു പോകല്ലേ. അതായത് ഇപ്പൊ ഞങ്ങൾ അത്ര കൂടുതലാന്നുള്ള അഭിപ്രായമുണ്ടോ? Two people are ganging up over me. So ഒരു ആൾ കൂടി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അത് ശരി, എനിക്ക് യോഗ്യത ഉണ്ടോ? you were asking something. അതായത് പിന്നെ നമ്മളൊക്കെ ഇപ്പൊ പണ്ട് കുറെ പെണ്ണുങ്ങളുടെ പുറകെ നടക്കുമ്പോഴത്തേക്ക് പൊതുവെ പെണ്ണുങ്ങളുടെ ഒരു മെന്റാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നാളെ നടക്കട്ടെ ഇവൻ, അത് കഴിഞ്ഞിട്ട് ആ ഒരു രീതിയാണ് അവർക്ക്. ഇന്നത്തെ ഇതില് പെണ്ണുങ്ങൾക്ക് എന്താ ഒരു മാറ്റം? പുതിയ പിള്ളേർക്ക് വിനീഷൊക്കെ ഇപ്പഴും സിംഗിളാണ്. അവൻ സിംഗിൾ അല്ലെങ്കിൽ അങ്കിളാകാൻ പോകുന്നില്ല. അതെ, സിംഗിൾ 30ക്ക് മുന്നാണ് സിംഗിൾ, 30 കഴിഞ്ഞാൽ. So no, these days even girls go and propose to boys. I have done so many times. So many times? Yeah, so many times. മമ്മീജി കേൾക്കൂല. അത് കുഴപ്പമില്ല. ബോയ്ഫ്രണ്ടോട് മാത്രം നമ്മൾ അത് പറയരുത്. മാത്രം അറിയാൻ പാടില്ല. ഓക്കെ, നമ്മളത് പറഞ്ഞിട്ടില്ല കേട്ടോ മമ്മീജി. But क्या कहते हैं? Yeah, it depends I think again. But girls these days, girls अल्ला, we don't have അങ്ങനത്തെ mentality कि थोड़ा चलने दो पीछे अതൊന്നും. അല്ലെങ്കിൽ because there are options, they might also go no. നമ്മള് തിരിച്ച് അവർക്ക് അത് കൊടുത്തില്ലെങ്കിൽ എന്താ പറയാ, ഹീഡ് കൊടുത്തില്ലെങ്കിൽ ചിലപ്പോ അവര് അല്ല പണ്ട് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു അങ്ങനെ ഒരു ബസ് പോയാ അടുത്ത ബസ് വരുമ്പോ വേണോ അല്ലല്ല അങ്ങനെ നമ്മള് ഫ്രണ്ട്സിന്റെ ഇടയ്ക്ക് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ടായിരുന്നു. പിന്നെ കഴിഞ്ഞ ദിവസം മോഹൻലാൽ ഏതാ ഇന്റർവ്യൂല്, പഴയ ഇന്റർവ്യൂല് അനിയത്തി അതല്ലേ. അല്ല ആ ഒരു മെന്റാലിറ്റി ഒക്കെ ഉണ്ട്. പക്ഷെ എന്നാലും ഈ ഒരുപാട് കഷ്ടപ്പാടുണ്ടായിരുന്നു നമ്മുടെയൊക്കെ ടൈമില്. ഇന്നത്ര കഷ്ടപ്പാടില്ല. അതെ, നിഷാദിന് വേണ്ടി കിലോമീറ്ററുകൾ സൈക്കിൾ തള്ളിയിട്ടുണ്ട് ഞാൻ. അല്ലെ നിഷാദ്? നിഷാദിന് വേണ്ടിട്ട് നല്ല തള്ളായിരുന്നു. നിഷാദിനെ ആ കഥയിലോട്ട് നമ്മൾ പോകുന്നില്ല. അത് നല്ലത്, അതെല്ലാവർക്കും നല്ലത്. അതെ, ഞങ്ങൾക്ക് എല്ലാവർക്കും, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ചമ്മന്ത ചെറുതായിട്ട് ചമ്മന്ത. അല്ല ഇവന് ഒത്തിരി തള്ളിയിട്ടുണ്ട്. അത് പറയാ കോംപ്ലിമെന്റ്സ് എല്ലാം പറഞ്ഞ് കോംപ്ലിമെന്റ്സ്. അതങ്ങനെയാണ് ഞങ്ങൾ. അപ്പൊ ഇത് നാച്ചുറൽ ബ്ലഷ് അല്ലെന്ന് പറയുന്നത് മേക്കപ്പ് ഇട്ടിട്ടുണ്ട്. ഞാൻ കുറച്ച് മേക്കപ്പ് ഇട്ടിട്ടുണ്ട്. Sorry. What? Shinchan. Who is that? It's a cartoon character. Swat cats അറിയോ? That's fat. I think. What fat? Swat cats. Something like that. I've not seen it, but I've heard of it. Ninja Turtles അറിയോ? Ninja Turtles. അതൊക്കെ ഏതിലും. You know Ninja Hattori? Hattori Hattori, ये है अपना यार, हंसता और हंसाता है ये असली निंजा. आया नया उजाला, 4 बूंदों वाला. അതൊക്കെ അറിയാം. വാഷിംഗ് പൗഡർ നിർമ്മ, അതൊക്കെ ഞങ്ങൾ കിട്ടുന്നുണ്ട്. എന്റെ മഴയ്ക്ക് എന്റെ പോപ്പി പോപ്പിക്കൂടെ കേട്ടിട്ടുണ്ടോ? ഒന്ന് പാടിക്കേ പോപ്പിക്കൂടെ. വാട്ട് ഈസ് പോപ്പിക്കൂടെ? കൊട ബ്രാൻഡ്. അതിന്റെ ജിംഗിൾ ഓർമ്മയുണ്ടോ? മറ്റേ എന്താ വടി കൊണ്ട് തല്ലല്ല സാറേ, പൊപ്പിക്കുട കൊണ്ട് തല്ലിക്കോ വേണ കേട്ടിട്ടില്ല. ഞങ്ങൾക്ക് അറിയാവുന്നതോ Sunday, one day, cow, that is how do we know all because this? You it can't blame this regional program. I'm saying it. National ads. National ads. Para, बुद्धियों para देखा. para. 4 घंटे से बैठा के रखा है guys. हमारा वो guys को सिर्फ हमारा मलयालम और इंग्लिश आते हैं. 4 മണിക്കൂറായിട്ട് ഞാൻ ഇവിടെ ഇരിക്കുകയാണ് guys. എന്റെ തല കുറച്ച് ഫ്രൈ ആയി. പക്ഷേ ബേജ ഫ്രൈ അതാണ് ഞാൻ പറയാനുള്ളത്. അത് നാഷണൽ ആഡ്സ് ആണ്, റീജിയണൽ ആഡ്സ് ആണ്. അതാണ് ഈ ഇത്രയും പഴയ കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുമ്പോൾ ഹൗ ഇറ്റ് യൂസ് ടു ബി ഫോർ അസ്. ഞങ്ങളുടെ സ്കൂൾ ഡേയ്സിൽ അത് എനിക്ക് ചിലപ്പോൾ നിഷാൻ്റെ ഹെൽപ്പ് വേണ്ടി വരും. നിഷാനെ കുറച്ച് നല്ല ഇച്ചിരി എക്സ്പീരിയൻസ് ഉണ്ടാവും.
ഈ നിങ്ങൾക്കൊക്കെ ഇപ്പം ബോയ് ഫ്രണ്ടിനോട് സംസാരിക്കാൻ വാട്സാപ്പ് ഇൻസ്റ്റാഗ്രാം Experience ഇല്ലാത്ത- ഡു യു ഹാവ് എനി പറഞ്ഞല്ലേ ഡു യു ഹാവ് എനി ഐഡിയ ഹൗ ഹാർഡ് ഇറ്റ് വാസ് ഫോർ us during Yes, those I know times? you കമ്മ്യൂണിക്കേഷൻ ഭയങ്കര പ്രോബ്ലം. വെരി പ്രോബ്ലം. എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. ദിസ് ഈസ് വാട്ട് ഐ വാണ്ടഡ് ടു നോ. സോ സംടൈംസ് വെൻ വി ഞങ്ങള് ബോയ് ഫ്രണ്ട്സിനെ ഒക്കെ മെസ്സേജ് അയക്കുമ്പോൾ അങ്ങോട്ട് അവിടെ നിങ്ങോട്ട് റിപ്ലൈ വരില്ല. സോ ജസ്റ്റ് ഗെറ്റ് സോ ആജിറ്റേറ്റഡ് അബൌട്ട് ക്യൂ റിപ്ലൈ नहीं कर रहा घर का बच्चा ऐसे why is he not replying അങ്ങനെയൊക്കെ എൻസൈറ്റി അടിക്കും. നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടാവാറുണ്ടായിരുന്നു? അല്ല അത് ഈ ഒരു കാലഘട്ടത്തിലേക്ക് വന്നപ്പോൾ ഞങ്ങൾക്കും അങ്ങനെ വരും. ഇപ്പൊ ടെക്നോളജി മാറുമ്പോഴത്തേക്ക് പണ്ട് പണ്ട് SMS അയച്ചിട്ട് അവിടെ ഡെലിവറി റിപ്പോർട്ടൊക്കെ വരുമായിരുന്നു. അതൊക്കെ ഉണ്ട്. അതെങ്ങനെയാ അതൊന്നറിയില്ല. അതായത് അവിടെ പലപ്പോഴും പലരും അയക്കുന്നത് ഞങ്ങളുടെ ഫോണിലേക്ക് അവരുടെ ഫോണിലേക്ക് പോലും അല്ല. അത് അയക്കാൻ ഒരു സമയമുണ്ട്, ഒരു സ്ലോട്ട് ഉണ്ട്, ഒരു കോഡ് ലാംഗ്വേജ് ഉണ്ട്, ലാൻഡ് ഫോണിൽ വിളിക്കുന്ന ഒരു കോഡ് ഉണ്ട്. ഇങ്ങനെ പല കാര്യങ്ങളും ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. നിഷാദ് പറഞ്ഞു കൊടുക്കൂ. അല്ല മെസ്സേജ് അയക്കുമ്പോഴത്തേക്ക് അവിടെ നമ്മൾ SMS എന്ന് പറയുമ്പോഴത്തേക്ക് ഈ വാട്സപ്പ് പോലെ ഒന്നുമല്ല, കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരുമായിരിക്കും നമുക്ക്. അവിടുത്തെ സാഹചര്യം ഒന്നും അറിയത്തില്ലല്ലോ നമുക്ക്. അതായത് നമുക്കൊരു ടൈം സ്ലോട്ട് ഉണ്ട്, ഈ സമയം മുതൽ ഈ സമയം വരെ അയക്കുക. നമ്മുടെ സ്വന്തം ഫോണാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ സ്വന്തം ഫോണൊക്കെ ആയി. നമുക്ക് ഓരോ സാഹചര്യം അനുസരിച്ചാ. അന്ന് നമുക്ക് ക്ഷമയുണ്ടായിരുന്നു. ഇന്നിപ്പോ ടെക്നോളജി വന്നപ്പോൾ നമുക്ക് ക്ഷമയില്ല. അതിൽ ജനറേഷൻ ഗ്യാപ്പിന്റെ വ്യത്യാസമൊന്നുമില്ല. സോ പറഞ്ഞു വന്നപ്പോ ജനറേഷൻ ഗ്യാപ്പ് ഒന്നുമല്ല. There's nothing called generation gap. അങ്ങനെ പറയുന്നതാണോ? Is that what you're trying to say? അതായത് പഴയ കാര്യങ്ങള് കാണാതെ പോയതിൽ നിങ്ങൾക്ക് വിഷമം തോന്നാറുണ്ട്? അതായത് ഈ പറയുന്ന പോലെ പിന്നെ ഈ ഞങ്ങളൊക്കെ അതൊക്കെ ഞങ്ങൾ മാത്രം അനുഭവിച്ചുകൊണ്ട് ഞങ്ങൾക്ക് തോന്നുന്നതായിരിക്കും. അപ്പോൾ മറ്റേ റീചാർജ് കൂപ്പണൊക്കെ മൊബൈൽ റീചാർജ് ഇപ്പം നമ്മൾ മറ്റേ പല ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്തിട്ട് റീചാർജ് ചെയ്യല്ലേ. അതിന് മുന്നേ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. കടയിൽ കൊണ്ട് The shop we used to tell them ये लो 30 रुपए 25 रुपए का रिचार्ज कर दो something like that. അന്നും അതിനു മുന്നേ അപ്പൊ അവരും ഫോൺ വഴിയല്ലേ ചെയ്തോണ്ടിരുന്നത്. അതിനു മുന്നേ കൂപ്പൺ ആയിരുന്നു. ആ കൂപ്പൺ മേടിച്ചിട്ട് നമുക്ക് മറ്റേ ഒരു സ്റ്റാർ ഹാഷ് ഇത്ര സീരീസ് ഓഫ് നമ്പർ ഹാഷ് എടുത്ത് ചുരണ്ടിയിട്ട് ഒരു കോയിൻ ക്യാൻസർ വരുന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ല. അറിയില്ല. നമ്പറൊക്കെ പോയി കഴിഞ്ഞുള്ള പാട് ഇപ്പഴേക്ക് വിശ്വാസം നാരായണമേ അല്ലാന്ന്. അമ്മേ നാരായണ നാരായണിയമ്മ ഓക്കെ. സോ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ അതിനകത്ത്. സോ നിങ്ങൾക്ക് അത് വെച്ച് നോക്കുമ്പോൾ ഇറ്റ്സ് നൈസ്. ഇപ്പൊ ഞങ്ങൾക്ക് ഈസിയാണ്. ഞങ്ങൾക്ക് വളരെ ഈസി ആയി കാര്യങ്ങളൊക്കെ. അത് വി ഹാഡ് ദ പ്രിവിലേജ് ടു അണ്ടർസ്റ്റാൻഡ് ഹൗ ലൈഫ് വാസ്. അല്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഈ കമ്മ്യൂണിക്കേഷൻ ഇത്ര ഈസി ആകുന്നതിന് മുമ്പുള്ള ഒരു ഏറെ ഉണ്ടല്ലോ. ലൈക്ക് ഞങ്ങൾക്ക് ഞാനൊരു സാധനം ചുമ്മാ കേൾപ്പിച്ചു തരാം. അത് വേറൊരു രസം. വേറൊരു രസം അതാണ്. ഈ സൗണ്ട് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല? ഒരു ഐഡിയ ഇല്ല. I know it's something related to the telephone. This sounds like TV. ടിവിയില് കേബിൾ പോകുമ്പോ ഇത് ആക്ച്വലി എനിക്കും അറിയത്തില്ല. പറഞ്ഞപ്പോഴത്തേക്കാണ് ഡയലപ്പ് കണക്ഷൻ. ടെക്നോളജിയെ കുറിച്ച് പഠിക്കുമ്പോഴത്തേക്ക് ഇങ്ങനെയാണ് ഞങ്ങൾക്ക് ആദ്യകാലത്ത് ഇന്റർനെറ്റ് കണക്ട് ചെയ്യുമ്പോൾ ഡയലപ്പ് കണക്ഷൻ്റെ സൗണ്ടാണ് ഇത്. This is how we connect to internet. We have a dedicated button to press so that it gets connected to internet. So ആ ഇന്റർനെറ്റ് കണക്ട് ചെയ്യുന്ന പ്രോസസ്സിൽ വരുന്ന ഒരു സൗണ്ടാണിത്. അപ്പോൾ ഞങ്ങൾ ആ ജനറേഷനിൽ നിന്നിട്ട് ഈ ടെക്നോളജി ഗ്രോത്ത് ആവുന്നതും കണ്ടിട്ടുണ്ട്, അതിനുള്ള ഇതും കണ്ടിട്ടുണ്ട്. ഒത്തിരി കാര്യങ്ങൾ കണ്ടിട്ടുണ്ടല്ലേ. കൊള്ളാല്ലേ? നമ്മുടെ ജനറേഷനെ കുറച്ചുകൂടെ നല്ലതെന്ന് തോന്നുന്നു. ഓ അല്ല, ഞാൻ ചുമ്മാ പറഞ്ഞു. അങ്ങനെയൊന്നുമില്ല, നല്ല ചിത്രമൊന്നുമില്ല. ബട്ട് ലൈക്ക് ഇനിയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒക്കെ വരുമ്പോഴത്തേക്ക് ഇനിയും കുറെ കാണാൻ കിടപ്പുണ്ട്. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് ഇനി 10 വർഷം കഴിയുമ്പോഴത്തേക്ക് ടെക്നോളജിയിൽ പിന്നെ ഉണ്ടാവും. ചുമ്മാ അങ്ങോട്ട് തള്ളുവാ. ഇത് അങ്ങനത്തെ ആപ്പൊക്കെ ഉണ്ട്. പണ്ടൊക്കെ അതായത് SMS ഒക്കെ അയക്കാനുള്ള ബുദ്ധിമുട്ട് എന്നൊക്കെ പറഞ്ഞില്ലേ. ഇപ്പൊ ലോങ് റിലേഷൻഷിപ്പിൽ മറ്റേ ആപ്പൊക്കെ ഉണ്ട്. എന്തോ
അടുത്തുള്ളതായിട്ട് ഫീൽ ചെയ്യുന്നു. എനിക്കറിയില്ല. ഓ എനിക്കറിയില്ല. I also don't know about it. സോറി, എനിക്ക് സത്യമായിട്ട് എനിക്കറിയില്ല. അത് നിങ്ങൾ ഇൻഫർമേഷൻ ഈ young people അറിയാത്തോണ്ട്. ഇത് അറിയുള്ളൂ. അതെ അതെ. അതിൽ എനിക്ക് വലിയ അത് അഭിപ്രായമില്ല. മാത്രമല്ല. യങ് ആണെന്നുള്ളതിൽ എനിക്ക് അഭിപ്രായമില്ല. ഒന്നാമത്തെ കാര്യം ന്യൂസ് ഒക്കെ വായിക്കണം, കുറച്ച് കാര്യങ്ങൾ അപ്ഡേറ്റഡ് ആയിരിക്കണം. ഇതൊക്കെ ന്യൂസ് വായിക്കണം എനിക്ക് അഭിപ്രായമില്ല. ന്യൂസ് വായിക്കുന്ന വല്ലവരുടെയും പെർസെപ്ഷനാണ്, എനിക്കറിയേണ്ട കാര്യമില്ല. ഇരിക്കട്ടെ. അപ്പൊ എന്നാലും ലാലേട്ടൻ പറഞ്ഞില്ലേ ബുദ്ധിയുള്ളവർ ന്യൂസ് വായിക്കണ്ട. അത് ശരിയാണ്. അതാണ് ബുദ്ധിയുള്ളവന് നല്ല പറഞ്ഞത്. ആയിക്കോട്ടെ. പിന്നെ നാരായണമ്മ, നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ ചോദിച്ചാലോ? ജെൻസിക്ക് എന്തെങ്കിലും റെപ്രസെന്റ് ചെയ്യുന്ന ആൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? എനിക്കൊന്നുമില്ല. ഒന്നുമില്ല. തൊപ്പി കിട്ടോ? എന്തിനാ തോൽക്കണം? ഇതില് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നോ? ഇല്ലായിരുന്നോ? തുടക്കം അങ്ങനെ എല്ലാത്തിലും എന്തോ വാറാണെന്നോ വേഴ്സസ് എന്നൊക്കെ പറഞ്ഞത് ആരാണ്? പക്ഷെ ആയിരുന്നോ? സോ വടിയോ എന്താണ് തോന്നുന്നത്? വലിയ മാറ്റങ്ങളൊന്നും ഇല്ല. I think I'm not very Gen Z. I think I have understood this about myself. I don't identify as a very Gen Z person. I think you should have an even more younger person maybe would have given you the Gen Z vibes and not Narayan. നാരായണി Amma vibes. So, but I don't think उतना कुछ है यार. सब ऐसी है. सब एक जैसी है. It's just कुछ तो लोग कहेंगे, लोगों का काम ये कहना, अല്ലേ? Yeah. അരേ വാ. अरे वाह, ഒന്ന് പാടി കേൾപ്പിച്ചു കൊടുക്ക്. कुछ तो नहीं वैसा. Why? वैसा. क्यों नहीं? नहीं, मेरे को गाना नहीं गाना. मैं कोई मिल गया. ഡാൻസ് ചെയ്യും. मैं डांस नहीं कर रहा. ഞങ്ങൾ വിചാരിച്ചത് ജെൻസികൾക്കൊക്കെ ഭയങ്കര हाँ, സ്മാർട്ട് we can do ആണ്. like മറ്റേ ഏതാ ട്രെൻഡ് that and all we can do. You know this? അത് കുരിശ് വരയ്ക്കത്തല്ലേ? ഇത് ട്രെൻഡാണോ? You don't know TikTok trend കോവിഡിന്റെ സമയത്ത് ടിങ് 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 ടിങ്. ഓ, ആ ഒരു ഡാൻസ് ഉണ്ടല്ലോ. ഷോ കണ്ടേ? അതൊക്കെ ഭയങ്കര പഴയതാണ്. ഇത് ഇപ്പൊ ഞാൻ കാണിച്ച കണ്ടിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിട്ട്. എന്നാ പുതിയത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പുതിയത് എന്താ ഉള്ളേ? പുതിയത് എവറിഡേ സംതിങ് ഓർ ദി അതർ കംസ് അപ്പ്. ഇപ്പൊ എന്താ ഉള്ളേ? ഇപ്പൊ ഇതിനാണ് ഞങ്ങളുടെ നാട്ടിൽ വീണെടുത്ത് നിന്ന് ഉരുളുക എന്ന് പറയുന്നത്. ബീറ്റ് അറൗണ്ട് ദ ബുഷ്. നീ ഹിന്ദിയിൽ അതിന് പുതിയ ട്രെൻഡ് അനുസരിച്ച് हिंदी में क्या बोलते हैं? बीट अराउंड द बुश, വീണെടുത്ത് നിന്ന് ഉരുളുക क्या बोलते हैं? ബോൾത്തിക്കോ मुझे भी नहीं पता. नहीं पता. അതുകൊണ്ട് പോട്ടെ. എവറിഡേ സംതിങ് ഓർ ദി അതർ കംസ് അപ്പ്. വാട്ട് ഈസ് ഹാപ്പനിങ് ടുഡേ? ഇപ്പൊ രണ്ട് പാട്ടൊക്കെ റീമിക്സ് ചെയ്യും, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കുछ होता रहता है यार. ഇന്ന് പോവും, ഇന്ന് വരും, നാളെ പോവും. അതാണ്. ये क्या बोल रहा है? मेरे को भी समझ नहीं आ रहा है क्या. I think this is a good time to wind up. Yes, but before we Yes, wind up, yes. so you don't have any No, questions. nothing. So basically, what is your intake from this? I feel there's no much difference between a Gen Z and 90s kids. It's just that കുറച്ച് സാധനങ്ങൾ ടെക്നോളജി എല്ലാം മാറിയപ്പോൾ നമ്മൾ അഡാപ്റ്റ് ചെയ്തും നമ്മൾ ഇവോൾവ് ചെയ്തും കാര്യങ്ങളുള്ളത്. നിങ്ങൾക്ക് കുറച്ചുകൂടി ഇൻഫർമേഷൻ കൂടുതൽ ആക്സസ് You were ഉണ്ടായിരുന്നു. born with things that you have adapted now. ഇത്രേ ഉള്ളൂ. പക്ഷെ എന്നാലും അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് എവിടെ നിങ്ങൾക്കുണ്ട്. കുറച്ചുകൂടെ നിങ്ങൾ കോൺഫിഡൻ്റ് ആണ്. Yeah. യു ആർ മോർ ക്ലിയർ അബൌട്ട് വാട്ട് യു വാണ്ട്. Yeah. നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി ഉണ്ട്. ഞങ്ങളത് ഉണ്ട്, പക്ഷേ ഇറ്റ് കെയിം മച്ച് ലേറ്റർ സ്റ്റേജ് ഓഫ് അവർ ലൈഫ്, വിച്ച് ഇസ് ആക്ച്വലി ഇറ്റ്സ് ഫൈൻ. നിങ്ങൾക്ക് ഇറ്റ്സ് ഗുഡ്. സോ ഇറ്റ്സ് നോ ഒരു വലിയ ഡിഫറൻസ് ഒന്നും എനിക്ക് തോന്നുന്നില്ല, അല്ലേ ഷാദ? ഐ മീൻ പല പിന്നെ വേറുണ്ട്. നാരായണ പറഞ്ഞ പോലെ നാരായണി അമ്മയ്ക്ക് ഒരു കംപ്ലീറ്റ് ഒരു ജെൻസി വൈബ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, ബിക്കോസ് ഓഫ് യുവർ ബ്രദേഴ്സ് ഇൻഫ്ലുവൻസ്, അല്ലേ? Yeah, brothers and ഫാമിലിയിൽ വന്നതിൻ്റെ ആ ഒരു ഇത്. Yeah. ഇറ്റ്സ് ഗുഡ് തിങ്. ഗുഡ് തിങ്. yes, that is why I said I identify. ഓരോ പ്രായത്തിലും ഓരോ കാറ്റഗറിയിൽ വരുന്ന കാര്യങ്ങൾക്ക് ഏകദേശം സിമിലർ ഒപ്പീനിയൻ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇറ്റ്സ് ലൈക്ക് ഏജ് ആണ് ഒരു ഫാക്ടർ, അതായത് ജനറേഷൻ. അതിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും. ഇറ്റ്സ് ലൈക്ക് നാരായണി അമ്മ പേര് हो गया यार, अब तो सब यही बुलाएंगे मेरे को. ഇപ്പൊ അതാണ് ആലോചിച്ചത്. हाँ. അപ്പൊ ഇപ്പൊ നിഷാദ് പറഞ്ഞത് ശ്രദ്ധിച്ചിട്ടില്ല. ഇല്ല. സോൺഡ് ഔട്ട് ആയി. Zoned out ആയി. കൊള്ളാം. അപ്പൊ നമുക്ക് വൈൻഡ് അപ്പ് So ചെയ്താലോ? if it was this person, I'm trying to understand from you. If you think it was you in my place, you wouldn't have just accepted that I had zoned out. Why not? You would have, no? Same only. Okay, that only. അല്ല, ഇത് ഞാൻ എന്റെ ഒരു പേഴ്സണാലിറ്റി ഞാൻ സമ്മതിക്കുന്നുള്ളൂ. നമ്മൾ ആണെങ്കിൽ കിളി പോയി കട്ടായി എന്നൊക്കെ പറയില്ല, കിളി പോയി എന്നൊക്കെ പറയത്തില്ല. സൗണ്ട് ഔട്ടെന്ന് കിളി പോയി എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? പൈങ്കിളി എന്ന് കേട്ടിട്ടുണ്ടോ? Pangli is cringe, no? What is the difference between കിളിപോയി and പൈങ്കിളി? Kilipo is like gaya gone. Pangli is like Oh, പൈങ്കിളി is like what? Oh. Okay, wind up ചെയ്യാം. Yes. Wind up ചെയ്യുന്നതിന് do you want to sing a song? No. In മലയാളം? മലയാളം ആക്ട്രസ് ആണ്. अरे यार ये पे प्रेशर डाल रहे, मेरे को नहीं गाना. क्या? മലയാളം ആക്ട്രസ് പറയേണ്ട കാര്യമുണ്ടോ? ആ.
സൗണ്ട് പറട്ടെ. കിളിയേ മാനസ കിളിയെ വെറുതെ ഒന്ന് കിണങ്ങാൻ. ഞാനില്ല ഞാനില്ല നിന്നോട് കൂടാൻ, वेरी गुड. ഞാനില്ല നിൻ വിളി കേൾക്കാൻ. അങ്ങനെ उसके बाद वो हिंदी में गाओ, वो अगले बार वो वाला आना ना, वो हिंदी में गाओ. कौन सा? अली इപ്പൊ പഠിക്കുന്നത് ഹിന്ദി പഠിക്കോ കേട്ടെ. क्या? അതിനെ ട്രാൻസ്ലേറ്റ്. Translation. मैं नहीं हूँ तुझसे बात करने को. ഓ मैं नहीं हूँ तेरी बात सुनने को. അത് കഴിഞ്ഞിട്ട് മലയാളം बोलो. പിന്നെ എന്റെ ഞാനില്ല അതാണ് ഞാൻ നിന്നോട് പാടുന്നത്. കൂടാൻ ഞാനില്ല നിൻ വിളി കേൾക്കാൻ അങ്ങനെ നീ പുലമ്പാതേടി കുറുമ്പി നിന്റെ സ്നേഹിതയാണു നീ. വേറെ പുലമ്പാതെ means പറയാതെ. പുലമ്പാതെ is like, you know, പറയാതെ. just don't say anything. Just don't. Just don't say anything. I don't know. പുലമ്പാതെ is like അങ്ങനെ. അങ്ങനെ ചുമ്മാ എന്തെങ്കിലുമൊക്കെ പറയാതെ. What is the last line? നീ എന്റെ സ്നേഹിതയാണു നീ. I am not a lyricist, guys. അത് ഇപ്പോഴാണ് മനസ്സിലാക്കിയത്. ഇന്ന് ഷുവറായി ഞാൻ ആ ഫീൽഡ് അതും കൂടി ചെയ്തില്ല. അത് Not ചെയ്തു നോക്കുമ്പോഴേ അറിയാൻ പറ്റത്തുള്ളൂ. അതെ the more you fuck around, the more you know. അതെ Correct. So thanks for watching, guys. Please don't hate on me. I'm a nice person. Thank you and have a nice day. Like, share and subscribe to their channel. Oh, And we never said that in our channel. I know, but I'll do it for you. Oh. പിന്നെന്താ പിന്നെ വേറെ ഒന്നും ചെയ്യണ്ട. Make them famous. ഒന്ന് വേണമെങ്കിൽ they don't care. Listen to us if you like us. Yeah, listen. They have really good things on their channel to say. ഇനി വരാനുണ്ട് കുറെ. അതെ കുറച്ചും വരാനും ഇവിടെ മേളിൽ മറ്റേ പെയ്ഡ് പാർട്ട്ണർഷിപ്പ് നടന്ന കാര്യമില്ലല്ലോ. Hey, I haven't paid nothing to say this. So, yes. All right. ഓക്കെ Okay. നോയില AK നാരായണി അമ്മ. അതെന്താണോ അങ്ങനെ. അപ്പം താങ്ക് യു. Thank you for having me. My first Pleasure is all podcast. ours. My first podcast like that comes to an end. Everybody, a huge round of applause for me. Please. Thank you. Thank you.